എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സുന്ദരമായ ലോകം, 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. 262 ലോക രാഷ്ട്രങ്ങൾ, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 800 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടക്കുന്നു. നാളെ ഇവിടെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാൻ ലാബിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ലോകത്തെ ഒരു വല്ലാത്ത തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ 6ാം വകഭേദത്തിൽ നാം ആയിരിക്കുന്നു. 1 നോവൽ കൊറോണ, 2 COVID-19, 3 B117, 4 കെൻഡെ, 5 ഡെൽറ്റ, 6 ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഒമിക്രോൺ. ഇതിലേക്ക് ലോകം കടന്നിരിക്കുന്നു. ഇതെവിടെ എത്തുമെന്ന് ആർക്കും അറിയത്തില്ല. ഒരു വൈറസിൻ്റെ DNA സ്വാഭാവികമായും 4.5 വർഷം വരെ അന്തരീക്ഷത്തിൽ കിടക്കാം. ഈ കോവിഡ് വന്നിട്ട് ഏകദേശം 2.5 വർഷമേ ആയിട്ടുള്ളൂ. ഇനി വ്യതിയാനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. യുണൈറ്റഡ് നേഷൻസിന് ഉറക്കമില്ല, WHO നേതാക്കൾക്ക് ഉറക്കമില്ല, പ്രസിഡന്റിന് ഉറക്കമില്ല, പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ല, കളക്ടറിന് ഉറക്കമില്ല, മിനിസ്റ്റേഴ്സിന് ഉറക്കമില്ല. ഡോക്ടർമാർ 2 മൊബൈൽ കയ്യിൽ കൊണ്ടു നടക്കുന്നു ഏത് സമയവും ഡ്യൂട്ടിക്ക് ഹാജരാകുവാൻ. സിസ്റ്റർമാർക്കും ഉറക്കമില്ല. വല്ലാത്തൊരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. അല്പമെങ്കിലും സമാധാനത്തോട് ദൈവസന്നിധിയിൽ കിടന്നുറങ്ങുന്നത് യേശുവിനെ ഉയർത്തുന്ന ദൈവമക്കളാ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തൊട്ടുവെക്കാം, അമേരിക്ക ബൈഡൻ എന്ന ഭരണാധികാരി ട്രംപിനെ മാറ്റിയിട്ട് അവിടെ കയറി. പിടിച്ചു നിൽക്കാൻ പല വഴികളും നോക്കി, ഒരു രക്ഷയുമില്ല. ഈ പ്രതിസന്ധികളെല്ലാം വന്നപ്പോൾ ഒളിച്ചിരിക്കുന്ന ഒരു പതിവ് തുടങ്ങി. കാലിഫോർണിയ നല്ല ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇല്ലിനോയിലും കെൻഡക്കിയിലും ഏലിയാവിനെ കൊണ്ടുപോകുന്നത് പോലെ ശക്തമായ കാറ്റടിച്ചു. മെക്സിക്കോയുടെ വേല് കെട്ടി അമേരിക്കയുടെ എമിഗ്രേഷൻ മുഴുവൻ നിർത്തിക്കൊണ്ട് ആകെ പരാജയത്തിൽ നീങ്ങുന്ന ഒരു അമേരിക്ക ലോക പോലീസിനെ കാണുന്നു. കടൽ കടക്കുമ്പോൾ 2ാമത്തെ പട്ടണമായി കാനഡ. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിൻ ട്രൂഡോ. 2 പ്രാവശ്യം കോവിഡ് വന്നു. അദ്ദേഹം റിക്കവറായി. ഇന്ന് 25 ലക്ഷം കൊടുത്താൽ താമരശ്ശേരിയിലും കോണഞ്ചേരിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് കാനഡയിലേക്ക് പോകാം. നല്ല ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കാം. ഒരുപക്ഷെ അവിടെ PR മേടിച്ച് നിൽക്കാം. പക്ഷേ തൊഴിലവസരങ്ങൾ കുറയുന്നു. മഞ്ഞുപാതം ശക്തമായിരിക്കുന്നു. അനവധി പേർ മരിക്കുന്നു. 2 വിഭാഗങ്ങൾ റോഡിൻ്റെ ഇരു സൈഡിലും നിന്ന് വെല്ലുവിളിക്കുന്നു. കാനഡ. ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത്, ഞാൻ ഭരണത്തിലുണ്ടെങ്കിൽ ചൈനക്കാരനെ തീർത്തും അടിച്ചിരിക്കുമെന്ന് ലോകരാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അടുത്ത ഒരു രാഷ്ട്രമുണ്ട്, ഓസ്ട്രേലിയ. നല്ലൊരു പ്രധാനമന്ത്രി, ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഈ കോവിഡ് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ രാജ്യത്തെയും ഇവിടുത്തെ മക്കളെയും സർവശക്തൻ്റെ കരങ്ങളിൽ തരുന്നു. അൽബേനിയ, പെർത്ത്, മെൽബൺ, അത് കഴിഞ്ഞിട്ട് ഈ പട്ടണങ്ങളിലെല്ലാം വലിയ വിഷയമില്ലാതെ കോവിഡിനെ അതിജീവിച്ചത് ഓസ്ട്രേലിയ മാത്രമാ. അതിർത്തികൾ തുറന്നു കൊടുക്കുന്നു. ദൈവത്തെ അറിയുന്നൊരു പ്രസിഡന്റ് സ്കോട്ട് മോറിസൺ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കോവിഡ് വന്നെങ്കിലും മരണനിരക്ക് കുറയുകയും ദൈവം അവരെ കാക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം രാജ്യങ്ങളുടെ മേൽ അവൻ്റെ കരമുണ്ടെന്ന് ഓസ്ട്രേലിയയെ തൊട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ 27 രാഷ്ട്രങ്ങളാണ്. അതിൽ മെയിനാ ബ്രിട്ടൻ. അവിടെ നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ബോറിസ് ജോൺസൺ. അദ്ദേഹത്തിന് 2 പ്രാവശ്യം കോവിഡ് വന്നു. പ്രസന്റിലെ അദ്ദേഹവും പറയുന്നു ചൈനയെ അടിക്കും. ലോക ചരിത്രത്തിൽ 2007 ശേഷം 15 കൊല്ലത്തിന് ശേഷം ബ്രിട്ടൻ്റെ യൂണിവേഴ്സിറ്റികൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും തുറന്നു കൊടുത്തിരിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല അവസരം. 2 വർഷം ഇമിഗ്രേഷൻ, 3 വർഷം ജോലി ചെയ്യാം. പുറകെ അവിടുത്തെ റെസിഡൻറ്റ് കൈക്കലാക്കുവാൻ ബ്രിട്ടൻ വാതിലുകൾ തുറന്നിരിക്കുന്നു. വിശാലമായ വഴികൾ ബ്രിട്ടൻ. തൊട്ടടുത്ത് ഫ്രാൻസ്, ഇമ്മാനുവൽ മാക്രോൺ റഷ്യയുടെ പ്രസിഡന്റുമായും അമേരിക്കയുമായും ലോകരാജ്യങ്ങളുമായി നയബുദ്ധിയോടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ചൈനയുമായിട്ട് ഇവർക്കെല്ലാം വിരോധമുണ്ട്. ഫ്രാൻസിൻ്റെ അതിർത്തികളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുന്നു. തീർന്നില്ല. ഒരു കാലത്ത് യൂറോപ്പ് നമുക്കൊരു മതിലായിരുന്നു. പക്ഷേ ഇന്ന് ഫ്രാൻസ്, ബ്രിട്ടൻ, മാൾട്ടാദ്വീപ്, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, ന്യൂസിലാൻഡ് ഇതെല്ലാം പഠിക്കുന്നവർക്ക് വാതിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് പശ്ചിമേഷ്യയുടെ മുൻപിൽ കിടക്കുന്ന രാജ്യമായ ഇസ്രായേൽ. കോഴിക്കോടും തൃശ്ശൂരും
വയനാടിൻ്റെ അരഭാഗവും ചേർന്ന് 90 ലക്ഷം ജനങ്ങളുള്ള ഇസ്രയേൽ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് നടക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോഡി സാറും ശ്രീ അമിത്ഷായുമെല്ലാം ഇസ്രയേലിൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് ചാലുകൾ ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൻ്റെ അംബാസഡർ തിരുവനന്തപുരത്ത് വന്ന് ടെക്നോ പാർക്കിലെ 5 കമ്പനികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നൂതന വിദ്യ കൊടുത്തു. ഇന്ന് രാത്രി ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ അങ്ങയുടെ വരവിൽ അത്തി തളിർക്കണം. അതാ ഇസ്രയേൽ തളിർക്കുന്നു. ലോകത്തിലെ കടലുകൾ മുഴുവൻ ഒരു ക്യാമറയിൽ കൊണ്ടുവരുവാൻ ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയ പരിപാടി, കടലിനകത്ത് ഡോൾഫിൻ്റെ ചിറകിനകത്ത് ഡോൾഫിൻ്റെ ചിറകിനകത്ത് ക്യാമറ വെച്ചിട്ട് 5Gയുടെ സഹായത്തോടു കൂടി ലോക രാജ്യങ്ങളിലെ കടലിൻ്റെ അകത്ത് ഏതൊക്കെ യുദ്ധക്കപ്പലുകളുണ്ട്, എന്തുണ്ടെന്നുള്ളതെല്ലാം അവൻ റിട്രീവ് ചെയ്തെടുക്കുന്നു. ഇത്രയും നൂതനമായ സാങ്കേതിക വിദ്യയുമായി ഇസ്രയേൽ പോകുന്നു. അതിൻ്റെ തൊട്ടടുത്ത അറബ് രാഷ്ട്രങ്ങൾ, സിറിയയിലെ ബാഷർ കത്തുന്നു, ജോർദാനിലെ ഹുസൈൻ രാജാവ് കരയുന്നു, ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക് ജയിലിനകത്തും, അത് കഴിഞ്ഞിട്ട് ആ മേഖലയിലുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ലെബനോനൊക്കെ വല്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു. പശ്ചിമേഷ്യയിൽ ഒരു സ്വസ്ഥതയുമില്ലാതെ പോകുന്നു. ആ കടൽ കടന്നു വരുമ്പോൾ അടുത്ത എൻഡിൽ വരുന്ന 2 രാഷ്ട്രങ്ങളാണ്. 1 ഇറാൻ, 2 ഇറാഖ്. ഇറാനിൽ ഇന്ന് വളരെ പ്രശ്നമാം. അവർ ഏത് രീതിയിലും ക്രമസമാധാനം തകർക്കുവാൻ വേണ്ടി ആധുനിക ഡ്രോണുകൾ തീവ്രവാദികളുടെ കയ്യിൽ കൊടുക്കുന്നു. ലോക ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് അനവധി ഗൾഫുകാരുണ്ടല്ലോ. അബുദാബി എന്ന് പറയുന്ന നല്ല മനോഹര ദേശത്തേക്ക് ഇറാൻ കൊടുത്ത ഡ്രോണിനകത്ത് യമനിലെ ഹൂത്തി വിമതർ കൈക്കലാക്കി 2320 കിലോമീറ്റർ അബുദാബിയിലെ എണ്ണപ്പാടത്തേക്ക് ഇറാന്റെ ഡ്രോൺ അടിച്ചു കഴിഞ്ഞു. അത്രയും വ്യക്തമായി ഇറാൻ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇറാഖ്. ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇറാഖിനകത്ത് സുന്ദരമായ ഒരു മാൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേര് ട്രേഡ് ബാബിലോൺ, മഹദിയാം ബാബിലോൺ. അതിനുവേണ്ടി പൂർണ്ണ പിന്തുണ ലോകരാജ്യങ്ങൾ കൊടുക്കുന്നു. അപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ 6 രാഷ്ട്രങ്ങൾ തൊട്ടടുത്ത് GCC, അത് അബ്രഹാമിന് കെതൂറയിലുണ്ടായ കുഞ്ഞുങ്ങളാണ്. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ്. ഉൽപ്പത്തി 25. സാറ മരിക്കുമ്പോൾ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു, അതിലുണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇന്നത്തെ അറബ് രാജ്യങ്ങൾ GCC, അവരുമായി ഇസ്രയേൽ അടുക്കുന്നു. നിങ്ങൾ കാണുന്നു, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമെല്ലാം അബുദാബിയിലും ദുബായിലുമെല്ലാം വരുന്ന കാഴ്ച. അബ്രഹാമിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിക്കുന്നു. ഒരു അന്ത്യകാലത്തിലേക്ക് ലോകം വന്നുകൊണ്ടേയിരിക്കുന്നു. എണ്ണവിലയും കോവിഡ് വാക്സിൻ കൊടുത്ത് വല്ലാത്ത ഒരു സ്ഥിതിയിൽ പോയിരുന്ന ഗൾഫ് രാജ്യങ്ങൾ പതിയെ 120 മുതൽ ബാരലിന് $1 എണ്ണ കൂടിയപ്പോൾ അവർ പച്ച പിടിച്ചു വരുന്നു. എങ്കിലും സാമ്പത്തിക അരക്ഷിതാവസ്ഥ അവിടെയും പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ടുപുറത്ത് കടൽ കടക്കുമ്പോൾ നമ്മുടെ അതിർത്തിയായ ചൈന ലാബിൽ നിന്ന് വൈറസ് തുറന്നു വിട്ടതുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവനും അവർക്കെതിരെ നിൽക്കുന്നു. ചൈനയിലെ 2 കമ്പനികൾ പൊട്ടിയാൽ ലോകം 20 വർഷം പുറകേക്ക് വരും. 1 എവർഗ്രാൻഡ്, 2 ഫെൻറ്റാസിയ. ഇത് 2 പൊട്ടിയാൽ ഇവിടെ സാമ്പത്തിക മാന്ദ്യമുണ്ടാവും. 20 years ലോകം പുറകിലേക്ക് വരും. ലോകം പേടിക്കുന്നു. അത് കഴിഞ്ഞാൽ ആക്രമണം ലൈവ് കാണുന്ന പോലെ കണ്ടിട്ട് പറഞ്ഞു, അമേസ്മെന്റ് അറ്റാക്ക്, അത്രയും വലിയ അറ്റാക്ക് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? 25 വർഷത്തിന് ശേഷം ഒരു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോയി അന്തിമ യുദ്ധത്തിൽ പുട്ടിൻ്റെ കൈ കൊടുക്കുവാൻ ശ്രീ ഇമ്രാൻഖാൻ പോയി. അവിടെ പോയി കഴിഞ്ഞ് തിരിച്ചിവിടെ നാട്ടിലെത്തുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ പള്ളിയിൽ സ്ഫോടനം. ഇമ്രാൻ്റെ കസാരയെ തകർക്കുവാൻ ജനം പാകിസ്ഥാനിൽ ഇളകുന്നു. തീർന്നില്ല. അതിനുശേഷം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രമുണ്ട് ശ്രീലങ്ക. പണം കടം മേടിച്ച് ചൈനക്കാരൻ്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ച് കാശില്ലാഞ്ഞപ്പോൾ ഹമ്പൻ തോട്ട തുറമുഖം ചൈനയ്ക്ക് 100 വർഷത്തേക്ക് എഴുതി കൊടുത്തു ശ്രീലങ്ക. നാം പാർക്കുന്ന ഇന്ത്യ, സുന്ദരമായ ഇന്ത്യ, 135 കോടി ജനം, ഇൻഫർമേഷൻ ബയോ നാനോ ടെക്നോളജി. ഇതിൻ്റെ നടുവിൽ നിന്ന് ഇന്ത്യൻ മുൻപോട്ട് കുതിക്കുമ്പോൾ ഇന്ത്യയുടെ മിക്ക പ്രതിരോധ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ ബിപിൻ റാവത്ത്. 4 രാഷ്ട്രങ്ങളുമായി ആയുധക്കരാറിൽ ഏർപ്പെട്ട് റഷ്യയുമായും ഇസ്രയേലുമായും ഫ്രാൻസുമായും അമേരിക്കയുമായി മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റർ ബിപിൻ റാവത്ത് അകാലത്തിൽ മാറ്റപ്പെട്ടു. MM നരവനെ ഇപ്പോൾ ചീഫ് ആർമിയുടെ മുഴുവൻ ചുമതല വരുന്നു. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഈ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയൊക്കെ നിർത്തിക്കൊണ്ട് ഒരു നല്ല ഉന്നതനായ വ്യക്തി ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഏത് രാജ്യത്തോടും കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ
നല്ല ബുദ്ധിയും ജ്ഞാനമുള്ളൊരു വ്യക്തി ഇന്ത്യയിൽ നിൽക്കുന്നു. കർഷക സമരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു. നാം കണ്ടില്ലേ? 4 സംസ്ഥാനങ്ങളിലും ഇപ്പോഴത്തെ ഭരണകക്ഷിയായ BJP കടന്നു വന്നു. അവിചാരിതമായി ഡൽഹിയിൽ കർഷക സമരം നടന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. കേജ്രിവാൾ കർഷകർക്ക് വെള്ളം കൊടുത്തു, കറണ്ട് കൊടുത്തു. അതിന് പ്രതിഫലമായി പഞ്ചാബിലെ സകല രാഷ്ട്രീയ അട്ടിമറിച്ചുകൊണ്ട് ആപ്പ് പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. കോൺഗ്രസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഫെയിലുവറായി. അതോടനുബന്ധിച്ച് വീണ്ടും ശക്തമായ ഭരണത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. നാം പാർക്കുന്ന കേരളം 3.5 കോടി ജനം, സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ 2 ബിസിനസ് ഇവിടെ അടിപൊളി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയാം: 1 കഞ്ചാവ്, 2 മയക്കുമരുന്ന്. ഇതൊരു സ്കൂൾ ഗ്രൗണ്ടാണ്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ സീനിയറായിരുന്നു ശ്രീ KN ബാലഗോപാൽ. കൊട്ടാരക്കര കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ശ്രീ KN ബാലഗോപാൽ യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ തന്നെ പറയാം, 90 കോടി രൂപയ്ക്കായി മലയാളി കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മദ്യം കുടിച്ച് തീർത്തത് പഞ്ചാബിനെയും കടത്തിവെട്ടിക്കഴിഞ്ഞു. അത്ര കുടിയന്മാരായി ഇവിടുത്തെ മലയാളികൾ മാറിക്കഴിഞ്ഞു. കേരളത്തെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. സ്കൂളിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ സെൻ്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ആരാ കൊടി സുനി, ആരാ പൾസർ സുനി, ആരാ കിർമാണി മനോജ്, ആരാ പുലി ജോസ്? ഇങ്ങനെയുള്ള കൊട്ടേഷൻ ടീമുകൾ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു വാട്സപ്പിൽ ഫോട്ടോ അയച്ചു കൊടുത്താൽ 15 മിനിറ്റ് കൊണ്ട് ഏത് വ്യക്തിയെയും കൊല്ലുവാൻ കൊട്ടേഷൻ ടീമുകൾ കേരളത്തിൽ തയ്യാറായിരിക്കുന്നു. ഒരു ഭരണകൂടത്തെയോ ഒന്നിനെയല്ല വിമർശിക്കുന്നത്, സിസ്റ്റമെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇതിന് ഹൈന്ദവ സഹോദരങ്ങൾ പറയാറുണ്ട്, കലികാലം കലികാലം തീർന്നില്ല. ഞങ്ങളുടെ ബൈബിൾ പറയുന്നുണ്ട് ഇതൊരു ദുഷ്കാലം. അങ്ങനെയെങ്കിൽ ഇന്ന് യെല്ലോയും മാംഗോയും എല്ലാം പ്രളയത്തിൻ്റെ അലർട്ടുകൾ മാറി സൂര്യൻ ചുട്ടുപൊള്ളിക്കൊണ്ട് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മനുഷ്യനെ കൊല്ലുവാൻ കേരളത്തിൽ ശക്തമായ ചൂടും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ചുരുളുകളെല്ലാം നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടുമ്പോൾ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ദൈവമക്കൾ, മണ്ണാകുന്ന മായ വിട്ട് നിത്യതയിലേക്ക് കടക്കുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ കാലങ്ങളെയും സംഭവങ്ങളെയും ഇന്ന് രാത്രി കാണുമ്പോൾ ഒരു ഘടികാരത്തിനകത്ത് സൂചി ചലിക്കുന്നത് പോലെ ലോക സംഭവങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അവരുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന തൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കോടഞ്ചേരിയെ, നെല്ലിപ്പൊയെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവെഴുത്ത്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 1. വെളിപ്പാട് 4:1 വായിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. Come with me, Mr. യോഹന്നാൻ, ഇവിടെ കയറി വരിക. മേലാൽ ഉലകത്തിൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ? ലോകത്തിൽ എന്ത് സംഭവിക്കാനുള്ളതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പട്ടണത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അംഗത്വത്തിൻ്റെ ബലത്തിലല്ല, താളമേളങ്ങളുടെ കരുത്തിലല്ല, ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ സ്തോത്രവും സ്തുതിയും ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ചില വിടുതലുകൾ സംഭവിപ്പാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്. ഫിലിപ്പിയരുടെ കാരാഗ്രഹത്തിൽ 2 കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. പൗലോസും ശീലാസും ഏവർക്കും അറിയാം. ലോകം കൊടുത്ത നല്ല ശിക്ഷകളെല്ലാം അവരുടെ കരങ്ങളിലേക്ക് ലഭിച്ചു. പക്ഷേ കൈകാലുകൾ ആമത്തിലായിരുന്നു കുഞ്ഞുങ്ങളെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവർ അതരം തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ഇന്ന് രാത്രി കോടഞ്ചേരിയിൽ വായ് തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അപമാനമല്ല. കോവിഡ്
കാലത്ത് നിന്നെ വിടുവിച്ച ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയുവാൻ, ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി പിതാവേ, മാതാവേ, സഹോദരി, സഹോദര, വീരൻ ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി നിന്റെ പരാജയത്തിനല്ല, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ പൊന്നുപോലെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. രണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്ത് ആത്മാവിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അതരബലമെന്ന സ്തോത്രയാഗം ആരാധിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് അവരെ കെട്ടിയ ബന്ധനങ്ങളെ സർവശക്തൻ അഴിച്ചു മാറ്റി. ഇന്ന് രാത്രി അല്പസമയം ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുവാൻ തുടങ്ങിയാൽ ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ കോഴിക്കോട് പട്ടണത്തിനകത്ത് ലൈറ്റ് കത്തുന്നതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ ഗ്രൗണ്ടിനകത്ത് പുറപ്പെടുമ്പോൾ നിന്റെ കുടുംബത്തെ മൂടുന്ന, നിന്റെ തലമുറകളെ മൂടുന്ന, നിന്റെ പട്ടണത്തെ മൂടുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി തകർക്കുവാൻ കുഞ്ഞെ ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അഭിഷേക സർവശക്തൻ പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ശംധരാധിക ജാന ബൗഡാരവ ശംധുരെ, പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഇന്ന് രാത്രി നീ ഞങ്ങൾക്ക് കൃപ തന്നതിനാൽ ഇന്ന് രാത്രി ആദരം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയ നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ തരുവാൻ, നിന്റെ തലമുറയ്ക്കകത്ത് ഒരു വിടുതൽ തരുവാൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വിടുതൽ തരുവാൻ ഇന്ന് രാത്രി കരുണാമയനായ കർത്താവ് ഫിലിപ്പിയരുടെ കാരാഗ്രഹത്തിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആരാധിച്ചാൽ നിന്റെ കെട്ടുകളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിനക്കെതിരെ പോരാടി നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ കോട്ടകളെ തകർക്കുവാൻ കാരാഗ്രഹത്തിനകത്ത് ദൈവ കുഞ്ഞുങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ സഹതടവുകാർ ഹല്ലേലൂയ സ്വതന്ത്രരായെങ്കിൽ ഇന്ന് രാത്രി കോടഞ്ചേരിക്കകത്ത് നെല്ലിപ്പോയിക്കകത്തും ഈ ശബ്ദം വെളിപ്പെടുമ്പോൾ, ഈ ആരാധന വെളിപ്പെടുമ്പോൾ ചില മതിലുകൾ തകരുവാൻ നാളുകളായി പോരാടി നിൽക്കുന്ന എരിഹോയുടെ മതിലുകൾ തകർന്ന് ജന ഹല്ലേലൂയ നിത്യരക്ഷയിലേക്ക് കടക്കുവാൻ ഈ യോഗ പരമ്പരകൾ മുഖാന്തരമാകട്ടെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ കരുത്തുറ്റൊരു കൂട്ടം ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. തീർന്നില്ല, മൂന്നാമത്തെ വിടുതൽ അവിടെ നടന്നു. ആരവരെ ബന്ധനത്തിലാക്കിയോ കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷ പ്രാപിക്കാം? ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏഴാമത് കൺവെൻഷനകത്ത് ചില കുടുംബങ്ങൾ ഹല്ലേലൂയ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ തകർത്ത്, പാരമ്പര്യത്തിന്റെ കെട്ടുകളെ തകർത്ത് സഭകളിലേക്ക് കടന്ന് നിത്യതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ പ്രതിഫലം പ്രാപിക്കുവാൻ ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മീഡിയക്കകത്ത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. കണ്ണുകൾ മൂടാൻ കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പറുദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി തേജോമയനായ ദൈവം നിയമത്തിന്റെ പെട്ടകവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ചതഞ്ഞ ഓടയൊടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ജനത്തെ ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് നാളെയും ഇവിടെ മുടങ്ങുന്ന ആരാധനയും നിത്യതയുടെ സന്ദേശവും അനേക കുഞ്ഞുങ്ങളെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റുവാൻ യോഗ്യമായി തീർക്കണമേ കർത്താവേ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവസഭകൾ, ഈ പട്ടണത്തിലെ കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി തിരുവെടുത്തുമായി അടിയം നിൽക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഒന്നും ഇതിനകത്ത് ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം ഏഴാമത് വാർഷിക കൺവെൻഷനകത്ത് ഉയരണം. ഇതിന്റെ പിൻപിൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ശബ്ദം, വെളിച്ചം, കാലാവസ്ഥ, പ്രകൃതിയല്ല അങ്ങയുടെ ദിവ്യ കരത്താൽ ഇന്ന് രാത്രി സ്പർശിക്കപ്പെടണം. ഇന്ന് രാത്രി തിരുവെഴുത്തുകൾ കേൾക്കുമ്പോൾ പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ചില കുഞ്ഞുങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ചില കുഞ്ഞുങ്ങളെ കർത്താവ് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരണമേ. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കും. വിടുതലോടെ ഇന്ന് രാത്രി കടത്തിവിടും. പ്രാർത്ഥന അങ്ങ് മാനിച്ച് ഇപ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ. നാളെ വെളിപ്പാടിലേക്ക് കടന്നു വരും. അവസാനത്തെ 27ാമത്തെ പുസ്തകം ആ വെളിപ്പാട് പുസ്തകം. AD 30 ഏപ്രിൽ മാസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണം. അതിനുശേഷം റോമിൻ്റെ കിരാത ഭരണകൂടം 37 കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിത്യജീവൻ്റെ മൊഴികളെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാലപുരിക്ക് അയക്കുവാനുള്ള കൽപ്പനകൾ കൊടുക്കുന്നു. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ഹേരോദാവും പീലാത്തോസും, തൊട്ടുപുറകെ വെസ്പേഷ്യനും നീറോയും ടൈറ്റസും. കാലഘട്ടങ്ങളുടെ യവനികയ്ക്കകത്ത് 90 എത്തുമ്പോൾ ഡൊമീഷ്യൻ ഭരണത്തിൽ വരുന്നു. അതിനകത്ത് ചില രക്തസാക്ഷികൾക്ക് അവസരമായി വചനം ചുമക്കുന്നവരെയെല്ലാം അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞും പൗലോസിനെ ഓസ്ട്രിയയിലെ ചന്തയിൽ കൊണ്ടുവന്ന് ഈർക്കവാൾ കൊണ്ട് തലയറുത്ത് മാറ്റുന്നു. അതിന് മുൻപോട്ടുള്ള കാലഘട്ടങ്ങൾ പത്രോസും യാക്കോബ് ശ്ലീഹായും ഒക്കെയും ഈ ഉലകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ AD 64 വയോധികനായിരിക്കുന്ന പ്രായത്തിൻ്റെ തികവിലേക്ക് കടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എവിടത്തേക്ക് പോയി? തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് പോയി. അവിടെ സഭ ആരംഭിക്കുന്നു. ആസിയയിലെ 7 സഭകൾ ഭരണം മാറുമ്പോൾ 90 കാലഘട്ടത്തിൽ റോമിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകത പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ. ആ കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ അന്വേഷിക്കുന്നു, തിരുവെഴുത്ത് പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരെ ഈ ഭൂമിയിൽ വെച്ചേക്കരുത്. ആ കൽപ്പനയാം യോഹന്നാൻ അപ്പോസ്തലന്റെ മുൻപിലേക്ക് വരുന്നത്. എഫെസോസിൻ്റെ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുമ്പോൾ അരണ്ട പ്രഭാതത്തിൽ ഡൊമീഷ്യൻ്റെ കൽപ്പന പ്രകാരം പടയാളികൾ വരുന്നു. വയോധികനും രക്ഷയുടെ സുവിശേഷകനുമായ യോഹന്നാൻ അപ്പോസ്തലന്റെ കരങ്ങളിൽ പിടിക്കുന്നു, കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ളൊരു കൽപ്പന. 6 മണിക്ക് 1ാമത്തെ സൈറണം, 6:30 2ാമത്തെ സൈറണം. മുഖം മറിക്കുന്നു വയോധികൻ്റെ. ഒരു കപ്പ് കാപ്പി പിടിച്ചാലും കൈവിറയ്ക്കുന്ന ഭക്തനായ മനുഷ്യനെ 7 മണിക്ക് 2 സൈറൺ മുടക്കുമ്പോൾ റോമിൻ്റെ ഒരു പടയാളി അന്നനാളം മുതൽ അടിവയർ വരെ ക്രൂരമായി വാളുകൊണ്ട് കീറുന്നു. ജോസഫസ് അക്കമിട്ട് രേഖപ്പെടുത്തുന്നു. ഒരു ചലനം പോലും സംഭവിക്കാതെ ഇങ്ങനെ കിടക്കാം. കീറുന്ന സമയത്ത് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി ചലിക്കുന്നില്ല. തൊട്ടുപുറകെ കീറുന്ന മുകൾ ഭാഗങ്ങൾ ഒട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് റോമിൻ്റെ ആ കിരാതനായ ആ പടയാളി പറഞ്ഞു, ഞാൻ അനേകം പേരെ കീറിക്കൊന്നിട്ടുണ്ട്, പക്ഷേ ഈ മനുഷ്യനെ കൊല്ലുവാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു അസാമാന്യ പവറുണ്ട്, അതുകൊണ്ട് കെട്ടഴിച്ചേക്കാൻ പറഞ്ഞു. എവിടത്തേക്ക് കൊണ്ടുപോയി? എഫെസോസ് സഭയുടെ വാതിൽക്കലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ ആദ്യ രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ഭരണത്തിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു പട്ടണത്തിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ഭരണാധികാരിക്ക് കഴിയത്തില്ല. 90 വയസ്സിന് പ്രായമുള്ള ഒരു അപ്പച്ചനായിരുന്നു വയോധികനായ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്താൽ രക്തം പുറകെ ചിന്തി മരിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. ആദ്യ രാത്രി തന്നെ കുഞ്ഞുങ്ങൾ ദൈവദാസനാകുന്ന എന്നോട് ചോദിക്കും, പാസ്റ്ററെ എന്തുകൊണ്ട് മരിച്ചില്ല, അല്ലെങ്കിൽ ദൈവദാസനെ എന്തുകൊണ്ട് മരിച്ചില്ല? കുഞ്ഞെ, ഇന്ന് രാത്രി ഈ നെല്ലിപ്പൊയിൽ ഗ്രൗണ്ടിൽ പറയണം, എന്നെപ്പറ്റി, എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ തലമുറയെപ്പറ്റി, എൻ്റെ ചർച്ചിനെ പറ്റി, എൻ്റെ ദേശത്തെപ്പറ്റി കർത്താവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിവർത്തിച്ച് കാണുന്നത് വരെ ആരൊക്കെ എനിക്കെതിരെ പടവെട്ടിയാലും, ആരൊക്കെ എനിക്കെതിരെ പോരാട്ടം അഴിച്ചു വിട്ടാലും എൻ്റെ ദൈവം വിശ്വസ്തന, അവൻ അന്ത്യം വരെ കാത്തുകൊള്ളും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങൾ. മെസപ്പൊട്ടോമിയയുടെ മണ്ണിൽ നിന്ന് 1498 കിലോമീറ്റർ അബ്രഹാമിനെ കൊണ്ടുവന്ന ഇസ്രയേൽ ഇറാഖ്. അവിടെ നിന്നൊരു വാഗ്ദത്തം ആദ്യം കൊടുക്കുന്ന ഉൽപ്പത്തി 12 തുടങ്ങുമ്പോൾ, അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിളി കേൾക്കാത്ത ഒരുത്തനും കൂടെ പോയി. എവിടെ പോയി? വാഗ്ദത്ത കനാനിലേക്ക് പോയി. ആടുമാടുകൾ പെരുകി, സന്തതികളുടെ പരമ്പരയിൽ ഒരു മക്കൾ പോലും ഇല്ലാതിരിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞു, എന്താ കാര്യം? നല്ലതെല്ലാം കൈക്കലാക്കാം. കോഴിക്കോടും മാനാഞ്ചിറയും നല്ല മൈതാനവും താമരശ്ശേരി എല്ലാം ആര് കൊണ്ടുപോയി? അബ്രഹാമിനല്ല കിട്ടിയത്, ലോത്തിന്. കോടഞ്ചിറയും അതുപോലെ തന്നെ ഈ നെല്ലിപ്പൊയിലൊക്കെ ഉള്ള കാടുകളെല്ലാം ആർക്ക് കിട്ടി? അബ്രഹാമിന് കിട്ടി. അതിൻ്റെ പേര് മമ്രയുടെ തോപ്പ്. അങ്ങനെ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അധിക സൗകര്യമില്ല, NH ഹൈവേ ഇല്ല, 4Gയുടെ സിസ്റ്റം ഇല്ല, ടെലിവിഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ 2 കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഒന്നൊരു യാഗപീഠമുണ്ടായിരുന്നു, 2 ഒരു കരുവേലകമുണ്ടായിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, എന്താ യാഗപീഠം? യാഗപീഠത്തിൻ്റെ പ്രത്യേകത, അന്നന്ന് ഇസ്രായേൽ മക്കൾ എന്ത് കഴിച്ചാലും അവർ ദൈവത്തെ സ്തുതിക്കും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നാൽ ദൈവത്തെ സ്തുതിക്കും, ആഹാരം കിട്ടിയാൽ ദൈവത്തെ സ്തുതിക്കും. അതാ യാഗപീഠത്തിൻ്റെ ആരാധന. 2 കരുവേലകം. വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാൻ ഒരു മരത്തെ അവിടെ സ്ഥാപിച്ചിരിക്കും, കരുവേലകം. ഇത് 2മുണ്ട്. അവിടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയത്. ഇന്ന് രാത്രി 7ാമത് കൺവെൻഷനകത്ത് ചോദിക്കണം, എൻ്റെ വീട്ടിനകത്ത്
ദൈവസാന്നിധ്യം ഇറങ്ങുവാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? മടങ്ങി വരിക. ഇന്ന് രാത്രി മടങ്ങി വാ. സന്ധ്യയെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കുടുംബ പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ തയ്യാറുണ്ടോ? അത് കണ്ടിട്ടില്ല. അത് കണ്ടിട്ടാ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയിൽ താഴ്മയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിന്റെ പ്രോമിസുകളെ നിവർത്തിയാക്കുവാൻ സർവശക്തന് കഴിയും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ ഇറങ്ങി വന്നപ്പോൾ ആദ്യ രാത്രി തന്നെ പൊരുളേറ്റെടുക്കണം. അബ്രഹാം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. അബ്രഹാം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അകത്ത് പോയി സാറയെ വിളിച്ചു. സാറാമ്മച്ചി, എന്താ ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ടുണ്ട്, ഇവിടെ എന്തുണ്ട്? 3 ഇടങ്ങഴി മാവുണ്ട്, കുഴയ്ക്കാൻ പറഞ്ഞു. അന്ന് സാറാമ്മച്ചി കുഴച്ചു കൊടുത്തത് ഇന്നത്തെ അറബ് രാജ്യത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പടപടാ തിന്നുന്ന കുബൂസ് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അബ്രഹാം എവിടത്തേക്ക് പോയി? തൊഴുത്തിലേക്ക് പോയി നല്ലൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തു, നല്ല മട്ടൺ കറി വെച്ചു കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? മോഡേൺ കാറ്ററിംഗ് ആണോ? ഹാർവെസ്റ്റ് കാറ്ററിംഗ് ആണോ? അല്ല, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ ഒരപ്പച്ചനും അമ്മച്ചിയും ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ ദൈവം വഴികളെ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പോകുന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ പ്രായം. അബ്രഹാം പറഞ്ഞു 99. സാറ പറഞ്ഞു 89. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാഖിൻ്റെ പട്ടണത്തിൽ വെച്ച് എന്നോട് എത്ര കാര്യങ്ങൾ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ പൊടി, അതുപോലെ തന്നെ കടൽക്കരയിലെ മണൽത്തരി. ഇപ്പം പറഞ്ഞത് എന്തുവാ? ഒരു കുഞ്ഞുങ്ങളുമില്ല. എവിടെ പോയി? ബേബി മെമ്മോറിയലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ പറഞ്ഞ് ഇനി മക്കളുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ദാസന്മാർ നാടൻ ഭാഷയിൽ സാറാമ്മച്ചിയോട് അവറാച്ചനോടും പറഞ്ഞ് കോഴിക്കോട് മാവൂർ റോഡിൽ റിലയൻസ് ബിഗ് ബസാറുണ്ട്, അവിടെ പോയി ഒരു തൊട്ടിയും 3 കിലുക്കും മേടിച്ചോളാൻ പറഞ്ഞു. സ്വോത്ര. സാറ കൂടാരത്തിൻ്റെ വാതുക്കൽ മറഞ്ഞു നിന്ന് ചിരിച്ചു. ഇന്ന് രാത്രി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇറാഖിനകത്ത് ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാനകത്തും അത് നിവർത്തിച്ചു തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഈ ദൂത് പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ശരീരം ചലിക്കുവാൻ തുടങ്ങി. അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവുകൾ മാറുവാൻ തുടങ്ങി. അടഞ്ഞ സാറയുടെ ഉദരം തുറക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ ഗ്രൗണ്ടിനകത്തിരുന്ന് പറയണ പ്രോമിസുകൾ ഹല്ലേലൂയ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നൊരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി 7ാമത് ഫെലോഷിപ്പിനകത്ത് പറയാൻ കഴിയും? അമ്മാമ, എൻ്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അച്ചായ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ച് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. BMH ഹോസ്പിറ്റലിൽ പോയി ചോദിക്കണം, 99 വയസ്സുള്ള അച്ചായനും മക്കളുണ്ടാകുമോ? 80 വയസ്സുള്ള ഉദരം തകർന്നിരിക്കുന്ന ഒരു അമ്മാമയ്ക്ക് മക്കളുണ്ടാകുമോ? ഉണ്ടാകും. അതാ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റൊരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. ഇന്ന് രാത്രി ചലിക്കാത്തതിനെ ചലിപ്പിക്കുക, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുക. നല്ലൊരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ബ്രദർ, സിസ്റ്റർ, സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ആരാ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ആകാശത്തിന്റെ മണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ, ഇന്ന് രാത്രി സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്താക്കിയവൻ, നക്ഷത്രങ്ങളെ കൂട്ടിയിടിക്കാതെ മിൽക്കി വേ ഗാലക്സിക്കകത്ത് കറക്കുന്ന മഹാദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ കുഞ്ഞെ നിനക്ക് വേണ്ടതല്ല അവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ഇന്ന് രാത്രി ആകാശത്തിലേക്ക് കടന്നു കയറിയ അവന്റെ കരം നിന്റെ മേലുണ്ടെങ്കിൽ ഭൂമിയുടെ കീഴെ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ സർവശക്തന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെങ്കിൽ ഇന്ന് രാത്രി കോടഞ്ചേരി കൺവെൻഷനിൽ പറയണ അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും പൊടിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. സുനാമി അടിക്കട്ടെ, കോവിഡ് അടിക്കട്ടെ, ബയോകോമിക്കൽ അടിക്കട്ടെ, ഒമിക്രോൺ അടിക്കട്ടെ, നിയോകോവ് അടിക്കട്ടെ, ഇന്ന് രാത്രി പറയണ എൻ്റെ വശത്ത് 1000 പേര്, എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ആരാ ഇന്ന് രാത്രി നിന്നെ പിടിച്ചിരിക്കുന്നത്? ഉയരത്തിൽ നിന്ന് അവൻ നിന്നെ കൈനീട്ടി പിടിച്ചിരിക്കുന്നു. സർവശക്തന്റെ കരുതൽ എത്ര! ഇവിടെ ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കടലിന്റെ ഓളവും മുടക്കവും അടിക്കട്ടെ, എന്നാൽ നീ വീഴാതിരിക്കുവാൻ കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ച ഒരു മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കോടഞ്ചേരിയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇറങ്ങിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണ അമരക്കാരനായി ഒരുവൻ എൻ്റെ പടകിനകത്തുണ്ട്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലമായി തലമുറയെ കൊണ്ട് തരുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി റിസീവ് ചെയ്യാൻ പറ്റും? ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്.
ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നിങ്ങളുടെ കണ്ണുനീരിനകത്ത്, ഉപവാസത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കരഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിച്ചേക്കാം, ഒരു ട്യൂമർ നിനക്കെതിരെ വന്നേക്കാം, വാതിലുകൾ നിന്റെ മുമ്പിൽ ഹാർട്ട് അറ്റാക്കുകൾ പല പ്രാവശ്യം അടച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ച് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആദ്യ രാത്രി കോടഞ്ചേരിയുടെ പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും. ഇന്ന് രാത്രി കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. അച്ചായ അമ്മ, എന്നാൽ ഇന്ന് രാത്രി ഈ മലഞ്ചരിവിൽ നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സാറാമ്മച്ചി ചിരിച്ചു, പക്ഷേ പിറ്റേ വർഷം കിട്ടി ചിരിയുടെ സന്തതി ഇസഹാക്ക്. ഇതാ പ്രോമിസുകളെ നിവർത്തിക്കുന്ന ദൈവം. തീർന്നില്ല, ഞാൻ വെളിപ്പാടിലേക്ക് കടക്കുക. ഇന്ന് രാത്രി പറയണം, തീർന്നില്ല. ഒരപ്പച്ചനും ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം, അഥവാ എന്താ, കുറച്ച് വെള്ളം കൊടുത്തു, അതിനുശേഷം കുബൂസ് കൊടുത്തു, നല്ല മട്ടൺ സ്റ്റൂ കൊടുത്തു. പാസ്റ്റർമാർ മറക്കും, തിരുമേനിമാരും മറക്കും, നാട്ടുകാരും മറക്കും. എന്നാൽ ഉയരത്തിൽ ഒരുവനുണ്ട്, മറക്കാത്ത ദൈവം. ഇന്ന് രാത്രി ആരൊക്കെ മറന്നാലും കൈവിടാത്ത ദൈവം. അച്ചായ, കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അമ്മാമേ, ദൈവദാസിക്ക് ഒരു റോമിന്റെ കൈസർക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യമെന്താ? കാൽവറി ദർശനം കണ്ടവൻ അന്ത്യം വരെ സഹിച്ചു നിന്നവനെ തൊടുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് ഗ്രൗണ്ടിൽ വിശ്വാസത്തോടെ പറയണം, ദൈവം എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, എൻ്റെ ചർച്ചിനോട് പറഞ്ഞ പ്രോമിസുകൾ നിവർത്തിച്ച് കാണുന്നത് വരെ ഒരു ദൂഷ്ട ശക്തിക്കോ അന്ധകാര ശക്തിക്കോ എന്നെ തൊടുവാൻ കഴിയത്തില്ല. എൻ്റെ പേരിൽ ഇന്ന് രാത്രി സർവശക്തന്റെ കരമുണ്ട്. സ്വോത്രം. ഡൊമേഷൻ എവിടത്തേക്ക് മാറ്റുന്നു? പത്മോസിലേക്ക് അപ്പോസ്തലനായ യോഹന്നാനെ വണ്ടി കയറ്റുന്നു. പത്മോസിൽ ചെല്ലുമ്പോൾ സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. ആ ദിവ്യ ദർശനം, ആ വെളിപ്പാട് നാളെ അവിടത്തേക്ക് കിടക്കും. വീണ്ടും നാളെ അതാണല്ലോ. ആ ദിവ്യ ദർശനത്തിൽ സ്വർഗം തുറക്കുമ്പോൾ ആ കാണുന്ന സ്വർഗത്തിൻ്റെ ചിന്താഗതികൾ അക്കമിട്ട് രേഖപ്പെടുത്തുന്നു. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം. അധ്യായം 2, 3 7 സഭകൾക്കുള്ള ദൂത്. അധ്യായം 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. അധ്യായം 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ജാതികളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് ദൈവജനത്തെ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നീ യോഗ്യൻ. അധ്യായം 6 വീണ്ടും വരുന്നു, കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. അന്ത്യകാല സംഭവങ്ങൾ. ഇനി അല്പ സ്പീഡ് കുറച്ചേ പോകത്തുള്ളൂ. ഇന്നത്തെ റഷ്യ, ഉക്രൈൻ, ചൈനയുടെ സിൽക്ക് പാത, ആണവായുധം, നാം കാണുന്ന സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. ഇതായിരിക്കും അടുത്ത 8 വാക്യങ്ങളിൽ കൂടെ. അങ്ങനെയെങ്കിൽ ലോകം, ഇന്നത്തെ ലോകം 3 ലോകങ്ങൾ ബൈബിളിൽ. ഒന്നാമത്തെ ലോകം, ബൈബിളും കൂടെ എടുത്തോണം, ഈ കുഞ്ഞെല്ലാം വായിക്കത്തില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ലോകമാ ഒന്നാം ലോകം. ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. അതെന്തോ ചെയ്തു? പ്രളയത്തോടു കൂടി നോഹയുടെ കാലം. രണ്ടാമത്തെ ലോകം, 2 പത്രോസ് 3:10 ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയെഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ഇന്നത്തെ ലോകം ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതിന് ഗ്രീക്ക് മൂലഭാഷ പറയുന്നത് അയോൺ. പിന്നെ ഇന്ന് രാത്രി ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഈ നെല്ലിപ്പോയി സ്കൂളിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കൊരു ലോകമുണ്ട്. അതാ വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, വൈക്കോമിന. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ, ലോകം ഇന്നൊന്നും തീരുമെന്ന് ആരും വിചാരിക്കേണ്ട, യേശു നാളെ വരുമെന്ന് ആരും പറയണ്ട. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ സംഭവങ്ങൾ, എത്ര യുഗങ്ങൾ ലോകത്തിനകത്തുണ്ട്, അഥവാ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി 10 ഡിസ്പെഷൻസ് ഇമേഴ്സ് അവർ ഹോളി ബൈബിൾ. 10 യുഗങ്ങൾ. അതിൽ ഒന്നാമത്തെ യുഗമാ ദൂതന്മാരുടെ യുഗം, 2-ാം യുഗം നിൽക്കൽമഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4-ാം യുഗം ന്യായപ്രമാണ യുഗം, 5-ാം യുഗം സങ്കലന യുഗം, 6-ാം യുഗമായ കൃപായുഗത്തിൽ നാം നിൽക്കുന്നു. അങ്ങനെ ഒരു പാട്ട് കുഞ്ഞുങ്ങൾ പാടാറില്ലേ? കൃപായുഗം തീരാറായി, കർത്താവ് വരാറായി. അങ്ങനെ വല്ല പാട്ട് കേട്ടവരുണ്ടോ? സന്തോഷമില്ലല്ലോ, കരമൊന്നും ഉയരുന്നില്ലല്ലോ. കർത്താവ്
ഞങ്ങളെപ്പോലെ ആകരുത്. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ഇപ്പോഴും പറയും കർത്താവ് ഉടനെ വരണ്ടെന്നാ. സ്വോത്രം. വിശ്വാസികൾ അങ്ങനെ പറയരുത്. അവൻ താമസം വിനാ വരണമെന്ന് പറയണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. അമ്മണി സിസ്റ്റർ വീട്ടിനകത്ത് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ആരും അറിയാതെ പ്ലാവിലിരിക്കുന്ന പരുന്ത് വന്ന് കാലയിൽ തൂക്കിയെടുക്കുന്നത് പോലെ ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന ഒരു നാടകം ഇവിടെ. ഭരണം ആര് ഭരിക്കും? ഇന്ന് രാഷ്ട്ര നേതാക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന് സ്വസ്ഥതയുണ്ടോ? പ്രധാനമന്ത്രിക്ക് സ്വസ്ഥതയുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് സ്വസ്ഥതയുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെല്ലാവരും പറയും ഒരുവന്റെ കയ്യിൽ ലോകത്തെ കൊടുക്കാം. അതാ ന്യൂ വേൾഡ് ഓർഡർ സഭ എടുത്തു കഴിഞ്ഞാൽ ആ യുഗം. കൃപായുഗത്തിൽ 3 സംഭവങ്ങൾ. ഫസ്റ്റ് 1 റാപ്ചർ, സഭയുടെ ഉൽപ്രാപണം. 2 മൂന്നാം ലോക മഹായുദ്ധം. അത് കഴിഞ്ഞാൽ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. റഫറൻസ് വെളിപ്പാട് 13:1-2. അതിൻ്റെ കാൽ പുള്ളിപ്പുലി, ഇന്നത്തെ ഗ്രീസ്. അത് കഴിഞ്ഞിട്ട് 10 കൊമ്പ് 7 തല, കൊമ്പുകൾ 10 രാജമുടി, ദൂഷനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറും. അതിൻ്റെ കാൽ കരടിയുടെ കാൽ. അത് കരടി ഇന്നത്തെ ഇറാനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിംഹമുഖം, വായു, പുള്ളിപ്പുലി ഗ്രീസിനെ കാണിക്കുന്നു. അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കുന്നു. അതാ നമ്മുടെ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, അധർമ്മത്തിൻ്റെ മർമ്മം. തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം. അവൻ്റെ ഭരണം എത്ര? 3.5 വർഷം ഉപദ്രവം, മഹോപദ്രവം. അത് കഴിഞ്ഞ് ഒരു രാജാവ് നീതിയോടെ വാഴും. 1000 ആണ്ട് നാം ഇവിടെ വാഴും. അത് കഴിഞ്ഞ് 10ാമത്തെ യുഗം. വി വിൽ ട്രാവലിംഗ് എറ്റേണിറ്റി. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. ഇതാ ബൈബിളിൻ്റെ പൂർണ്ണത. അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇന്ന് രാത്രി അതിലേക്ക് തൊട്ടടുത്ത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, അവിടെ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ജനശതാബ്ദി പോകുക. അപ്പോൾ ഒരു പെൺകുട്ടി പറയും, തോടി സെ ദേർ ബാദ് ജനശതാബ്ദി എക്സ്പ്രസ് കാലിക്കറ്റ് से ट्रिवांड्रम जाएगा, यात्रियों का श्रद्धा के लिए. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഹിന്ദിയിൽ അനൗൺസ്മെന്റ് കൊടുക്കും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജനശതാബ്ദി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. യാത്രക്കാർ ശ്രദ്ധിക്കുക. മലപ്പുറത്തിനും കോഴിക്കോടിനും മധ്യേ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ കോടഞ്ചേരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എയർ അറേബ്യ പോകാൻ ചെല്ലുമ്പോൾ എയർ അറേബ്യ ഷാർജയിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ പെൺകുട്ടി അവിടെ വിളിച്ചുകൊണ്ടേയിരിക്കും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കാലിക്കട്ട് കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന എയർ അറേബ്യ വിമാനം. യാത്ര ചെയ്യേണ്ട യാത്രക്കാർ പാസ്പോർട്ട്, എമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കൗണ്ടറിൽ കാത്തിരിക്കുക. പ്ലെയിൻ ഇതുവരെയും വന്നില്ല. മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ യേശു വരുന്നതിൻ്റെ മുന്നറിയിപ്പിൻ്റെ ചില സംഭവങ്ങൾ അന്ത്യകാലത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഇന്ന് രാത്രി 36 സംഭവങ്ങൾ യേശുവിൻ്റെ വരവിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുക. ഇന്ന് രാത്രി 2 ഭാഗങ്ങൾ തൊട്ടുവെച്ചിട്ട് നാളെ കോവിഡാനന്തര ലോകത്തിലേക്ക് കടക്കാം. സഭ എടുക്കപ്പെട്ടാൽ one time I will revise the masters, the chapter 1 rapture, the second one 7 churches give me the advices, the fourth one open the doors in the heaven. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ, ഇവിടെ കയറി വരിക. ഒരു ട്രാൻസിസ്റ്റ് വിസയ്ക്കകത്ത് യോഹന്നാനെ കൊണ്ടുപോയി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, കോവിഡിനോടുള്ള ബന്ധത്തിൽ വരാൻ പോകുന്ന യുദ്ധവും മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി തൊട്ടുവെക്കാം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 6:3-4. ബൈബിൾ ഉള്ളവരെല്ലാം ഈ വാക്യം ഏറ്റെടുത്തോണം. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വായിക്കുന്നത് വാക്യം വേണേ ഞാൻ കാണാതെ പറയാം, പക്ഷേ നിങ്ങളും ഇത് കേൾക്കുവാൻ വേണ്ടി വായിക്കാം. വെളിപ്പാട് പുസ്തകം 6:3-4. സഭയെടുക്കപ്പെട്ടാൽ വായിക്കാം. കുഞ്ഞാട് അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചു. വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. 1ാമത്തെ കുതിര വെള്ളക്കുതിര. വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. അവൻ ജയിക്കുവാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ. 2ാമത്തത് ഇന്നത്തെ ലോക സംഭവം ഇപ്പം നടക്കുന്നത്. അവൻ കുഞ്ഞാട് 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു ചുവന്ന കുതിരയെ കണ്ടു. അടുത്ത വാക്യം വായിച്ചാട്ട് മോളെ. അടുത്തത്, അതിന്റെ പുറത്തിരിക്കുന്നവന്. ഈ വാക്യം ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ഇന്നത്തെ കൊലപാതകമായി കാണുന്നത്. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അതാർ ദൈവദാസൻ തിമോഥെയോസ് തൊട്ടുവെച്ചത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അജിതേന്ദ്രന്മാരും, ഇണയില്ല പിണ കൂടാത്തവർ, അപ്പനെയും അമ്മയെ അനുസരിക്കാത്തവർ. സ്വോത്രം. അതിൻ്റെ ഒരു മാറ്റ പത്മോസിനകത്ത് സർവശക്തൻ അപ്പോസ്തലനോട് കാണിക്കുന്നത്, മനുഷ്യൻ ഭൂമിയിൽ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം സമാധാനം എടുത്തു കളയേണ്ടത്. ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ചെവി തുറക്കണം. കോവിഡിൽ എത്ര പേർ മരിച്ചു? 1,60,00,000. അമേരിക്ക എത്ര പേര് മരിച്ചു? 9 ലക്ഷം. ബ്രസീലിൽ എത്ര പേര് മരിച്ചു? 7
ലക്ഷം. ഇന്ത്യയിൽ എത്ര മരിച്ചു? 6. കൊച്ചു കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ, വീണ ജോർജിന്റെ കണക്ക് പ്രകാരം 67,000 ഗുഡ് ബൈ 24 മാസത്തിനിടയ്ക്ക്. എന്നിട്ടും ഈ മനുഷ്യൻ ഗുണപ്പെട്ടോ? ഇല്ല. മനുഷ്യൻ അന്യോന്യം കൊല്ലുന്നു. ആരാരെ കൊല്ലുന്നു? മിണ്ടരുത്. ഇന്നത്തെ കൊലപാതകങ്ങളുടെ പരമ്പര കണ്ടില്ല? കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു ചെറുപ്പക്കാരൻ മുക്കിക്കൊന്നു. ദുഷ്കാലം. മിണ്ടുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് പുലി ജോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 19കാരൻ പോസ്റ്റ് ഇട്ടവനെ അടിച്ചു കൊന്നിട്ട് ഈസ്റ്റ് പോലീസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി ഇട്ട് കൊടുത്തു. തീർന്നില്ല. ഞാൻ പാർക്കുന്ന തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രഭാതത്തിൽ ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ സിറ്റി ടവർ ഹോട്ടൽ 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ റിസപ്ഷനിൽ ഇരുന്നവന് നെടുമങ്ങാട്ടുകാരൻ വന്ന് 36 വെട്ടുകൊണ്ട് സിറ്റി ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ പീസാക്കി. തീർന്നില്ല. അന്ത്യകാല മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. റെഡിയായില്ലയോ? ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് കോവിഡ് കാലത്ത് രാഷ്ട്രീയക്കാരുടെ കാര്യം ഞാൻ തൊടുന്നില്ല. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ആരാരെ കൊല്ലും? മർക്കോസ് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷ AD 30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി അതിന്റെ തലയാഴ്ച ഓശാന പെരുന്നാളിന് ശേഷം ഒലിവുമലയിൽ അവൻ മുട്ടുമടക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ പാദാന്തിക ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ബൈബിൾ പഠിതാക്കൾ പാസ്റ്റേഴ്സിനറിയാം. എസ്കറ്റോളജി, യുഗാന്ത്യ സംഭവങ്ങൾ, സെർമൺ ഓഫ് ദ മൗണ്ട്, അതിനകത്ത് കൊലപാതകത്തെ പറ്റി വായിക്കാം. മർക്കോസ് 13:12. ആരാരെ കൊല്ലും? വായിച്ചാട്ടെ കുഞ്ഞ്. മർക്കോസ് 13:12. വിഷയം ഞാൻ തിരിച്ചു കൊണ്ടുവരാം. റിവൈസ്. മർക്കോസ് 13:12 എന്ന് വായിച്ചാട്ടെ. സഹോദരൻ സഹോദരനെ. ദൈവമക്കൾ കൈ ഉയർത്തണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ വല്ലൊരു വാർത്ത വായിച്ചായിരുന്നു. 1000 കോടിയുള്ള സ്വത്തുള്ളവൻ ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും വരുന്ന സ്വന്തം രക്തത്തിലെ സഹോദരങ്ങൾ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ തോക്കെടുത്തും വെടിവെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചു. പ്രവചനം നിവർത്തിയായില്ലേ? കർത്താവ് ഈ ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കൂ. സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലുന്നു. ആ അടുത്ത വായിച്ചാട്ട് മക്കളെ. അടുത്തത് അപ്പൻ മകനെ കുടിച്ചിട്ട് വരുന്നേ അപ്പൻ മകനെ ഏൽപ്പിക്കും. മകൻ കഞ്ചാവ് അടിച്ചിട്ട് വന്ന അപ്പനെയും ശരിയാക്കും. സ്വത്രം. കാര്യങ്ങളെല്ലാം റെഡിയായില്ലേ? ഇതാ യേശു ഒലിവുമലയിൽ പറഞ്ഞ ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുടിച്ചിട്ട് വരുന്ന മകൻ അപ്പനെ, അപ്പൻ മകനെ. അടുത്തത് വായിക്കാം. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. സംഭവം റെഡിയായില്ലേ? ആരാ? ചെങ്ങന്നൂരിൽ ഒരു അച്ചായൻ കാറ് ശരിയാക്കാൻ തിരുവനന്തപുരത്ത് വന്നു. സ്വന്തം മകൻ എന്ത് ചെയ്തു? കഴുത്തെ തോളറ്റ് അമേരിക്കക്കാരൻ അച്ചായനെ പീസാക്കി. കടന്നു വരാം കോഴിക്കോടേക്ക്. കടന്നു വരാം. എന്താ മനസ്സിലാക്കണമെന്നറിയാമോ? ആ അപ്പൻ്റെ കൈകാലുകൾ കോട്ടയത്ത്, തല എവിടെ? പത്തനംതിട്ടയിൽ. പട്ടി അടക്കുന്ന പോലെ കൊണ്ടടക്കിയത്. സ്വത്രം. മക്കളും അമ്മയമ്മപ്പന്മാർക്കെതിരെ എഴുന്നേറ്റ് കൊല്ലിക്കുന്ന ഒരു കാലം ഇവിടെ വരുന്നു. തീർന്നില്ല. കോഴിക്കോട് പട്ടണം കൂടത്തായി ജോളി കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ബൈബിള് ശരിയായില്ലേ? കൊട്ടേഷൻ കൊടുത്ത് റെഡിയാക്കിയില്ലേ? എൻ്റെ ഏറ്റവും വലിയ സബോർഡിനേറ്റ് ആയിരുന്നു, വളരെ സ്നേഹിതരായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയിരിക്കുന്ന KG സൈമൺ സാർ, പത്തനംതിട്ട SP. നിങ്ങൾക്കറിയാമോ? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ പേരാ വിളിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. കോഴിക്കോടേക്ക് ഒരു ട്രാൻസ്ഫർ വടകരയിലേക്ക്. ആ SP ഓഫീസിനകത്ത് അനവധി പേപ്പറുകൾ പൊടി പിടിച്ചിരുന്നതാ. സ്തോത്രം. അദ്ദേഹം ആ ഓഫീസിൽ ചാർജ് എടുക്കുമ്പോൾ ആരോ ഉള്ളത്തിൽ പറയുന്നു, അലമാരി തുറക്കണം. സ്തോത്രം. ശരീരം മാത്രമേ മരിക്കത്തുള്ളൂ, ആത്മാവിന് മരണമില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മുൻപിരുന്ന പോലീസ് മേധാവികൾ മുഴുവൻ ഒരു പേപ്പറുകൾ കെട്ടുകൾ അടുക്കി വെച്ചപ്പോൾ ഏതോ ഒരു കരം എവിടെ ചെന്നു? സാറിന്റെ കരങ്ങളിലേക്ക് എന്നപ്പോൾ കൂടത്തായി ജോളിയുടെ അനിയൻ അമേരിക്കയിൽ നയിച്ച ലെറ്റർ കണ്ടപ്പോൾ പെട്ടെന്ന് ബുദ്ധി ചലിക്കാൻ തുടങ്ങി. ജോളി ചേച്ചി അകത്താക്കി. മിണ്ടുന്നില്ല. സ്വത്രം. ഇന്ന് രാത്രി മനസ്സിലാകണം, ഏത് തെറ്റ് ചെയ്താലും പിടിക്കപ്പെടും. തീർന്നില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവുമുണ്ട്. സ്വത്രം. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ഒരു സഹോദരന്റെ എഴുത്ത് പ്രകാരം കൊട്ടാരക്കരയിലിരുന്ന SP വടകര ഓഫീസിൽ കൊണ്ടുവന്ന് പേപ്പർ എടുക്കണമെങ്കിൽ ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ കരമുണ്ട്. മിണ്ടുന്നില്ല. സ്വത്രം. ആ ചെറുപ്പക്കാരൻ ഈ കേസ് അന്വേഷിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ശിക്ഷ കിട്ടിയോ കിട്ടാതിരിക്കോ, ഇതെല്ലാം ബൈബിളിന്റെ പ്രവചനം. എത്ര ക്ലിയർ ആകുന്നു. അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു, മരുമക്കൾ വീട്ടിൽ വരുന്ന അമ്മായിയപ്പന്മാരെ കൊട്ടേഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് പൗലോസ്, അന്യനായ പൗലോസ് ഏതാ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് രാത്രി കോടഞ്ചേരി ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. എത്ര ക്ലിയർ ആയിരിക്കുന്നു ബൈബിളിന്റെ പ്രവചനം. ഹല്ലേലൂയ. 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം. തീർന്നില്ല. അതിന്റെ പിൻപിൽ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ഒരു സാധനം കിട്ടാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. റിവൈസ്.
മെമ്മറൈസ് ദ ചാപ്റ്റർ. വെളിപ്പാട് 6:3-4 അവസാനത്തെ ഭാഗം ബുദ്ധിയുള്ളവരെല്ലാം അത് നോക്കിക്കൊണ്ടിരുന്നോണം. 6:3-4 വാക്യം വായിച്ചട്ടെ മോളെ. 3-4 വാക്യം. ഒരു വലിയ വാളും അവന് കിട്ടി. ഒരു വലിയ വാൾ അവന് കിട്ടി. ഇനി നോക്കണം, വാൾ ആറ്റമിക് വെപ്പൺ അവൻ കൊണ്ടുവന്നതല്ല, മാനാഞ്ചിറ മൈതാനത്തോ മാവൂർ റോഡിൽ നിന്ന് മേടിച്ചതല്ല. ഒരു വലിയ വാൾ അവന് കിട്ടി. ആരുടെ കയ്യിൽ വാള് കിട്ടും? ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ വാള് കിട്ടും. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ വാൾ? 1991 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ റഷ്യ തകരുന്നു. കുറേ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തകർന്നപ്പോൾ ഇവിടെ ഒരു സംഹിത വന്നു, യൂറോപ്യൻ യൂണിയൻ. ആ യൂറോപ്യൻ യൂണിയനകത്ത് 27 രാഷ്ട്രങ്ങൾ, ബ്രിട്ടനും ഫ്രാൻസും അയർലൻഡ്, അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഇന്നത്തെ പോളണ്ട്, ഹംഗറി, റൊമേനിയ, മുഴുവൻ യൂറോപ്പ് രാജ്യങ്ങൾ. അവർ പറഞ്ഞു നാട്ടുകാർ നമ്മളെ ആക്രമിക്കുവാൻ വന്നാൽ. അതുകൊണ്ടാണ് ഇന്നത്തെ ആരാന്നറിയാമോ? ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആദ്യം നാറ്റോയ്ക്ക് കത്ത് കൊടുത്തു. നാറ്റോ തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു? യൂറോപ്യൻ യൂണിയന് ചേർക്കണം, അവൻ്റെ ആയുധമുണ്ട്. ഫ്രാൻസ് പറഞ്ഞു ഞങ്ങൾ ആയുധം തരാം, ആളെ തരത്തില്ല. ബ്രിട്ടൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ 2004, കേൾക്കണമേ നിങ്ങൾ, ദൈവസന്നിധിയിൽ കാര്യങ്ങൾ കേൾക്കണം. 2004 യൂറോപ്യൻ യൂണിയൻ കൂടി. എന്താ കൂടിയതെന്നറിയാമോ? നമ്മൾക്കൊരു കാര്യം ചെയ്യണം. എന്താ? ആരെങ്കിലും യൂറോപ്പിനെ ആക്രമിക്കാൻ വന്നാൽ ഒരു മിസൈൽ കവചം ഉണ്ടാക്കണം. ആ കവചത്തിന്റെ പേരാ ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് അടിച്ചാൽ കിട്ടും, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ഇത് പ്രത്യേക തരമുള്ള ഒരു റിയാക്ടർ. ഈ റിയാക്ടറിന്റെ പ്രത്യേകത 5 പോർമുഖങ്ങൾ ഇതിനകത്തുണ്ട്. എന്താ? കോടഞ്ചേരിയിൽ നല്ലൊരു അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏതെങ്കിലും പലഹാരക്കാരൻ വരും, വലിയൊരു അണ്ടാവ് വെക്ക്, എണ്ണ അതിനകത്ത് പമ്പ് ചെയ്യും. 5 കാര്യങ്ങളിടും. പരിപ്പുവടയും ഉഴുന്നുവടയും ബോണ്ടയും മോദകവും വാരി നിരത്തും. എല്ലാം ഒരേ സമയം ചുട്ടുവരുന്നത് പോലെ ഇന്ന് യുവിൻ്റെ അകത്തൊരു റിയാക്ടർ ഉണ്ട്. അതിൻ്റെ പേര് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. 5 പ്രത്യേക മൂലകങ്ങൾ ഒരേ സമയം അതിനകത്ത് കേട്ട. എന്താ? തോറിയം, ലിഥിയം, പ്ലൂട്ടോണിയം, അത് കഴിഞ്ഞിട്ട് മഗ്നീഷ്യം. ഇത് 4-5 ഒരുമിച്ച് കയറ്റി ആയുധങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു റിയാക്ടർ ഇന്ന് യൂറോപ്യൻ യൂണിയന്റെ കയ്യിലുണ്ട്. ഇത് ആരന്വേഷിക്കുന്നു? ഇപ്പോൾ ISIS ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴെങ്ങും കിട്ടത്തില്ല. സഭ എടുക്കപ്പെട്ടാൽ ഇത് അവന്റെ കയ്യിൽ കിട്ടും. ക്ലിയർ ആയില്ലയോ? 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. തീർന്നില്ല മക്കള്? ഒരു വലിയ വാളും അവന് കിട്ടി. എന്താ വലിയ വാൾ? ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ ഉക്രൈനൊക്കെ ഒരു സാമ്പിൾ വെടിക്കട്ട ഞാൻ പറഞ്ഞു തരാം. ഏകദേശം എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്നറിയാമോ? 16,000 ആണവായുധങ്ങൾ ലോകത്തിനകത്ത്. ഏത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആർക്ക് വേണേലും തെളിവ് തരാം. 16,000 ആറ്റമിക് വെപ്പൺസ് സിറ്റുവേറ്റഡ് ഇൻ ദ വേൾഡ്. തീർന്നില്ല. ഇന്ത്യക്കുമുണ്ട് ബോംബ്, ഹൈഡ്രജൻ ബോംബ്, വാക്വം ബോംബ്, ക്ലസ്റ്റർ ബോംബ്. ഇപ്പൊ റഷ്യ വാക്വം അടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എത്തനിക് ബോംബ് ഒരെണ്ണം ഇട്ടാൽ മതി മുഴുവൻ തീർക്കുവാൻ. സകല രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങളുണ്ട്. ഇന്ന് രാത്രി കോടഞ്ചേരി ഞാൻ പറയുന്നു 240 പ്രാവശ്യം ഭൂമിയെ തകർക്കുവാനുള്ള ആണവായുധങ്ങൾ ഇന്ന് ആയുധപ്പരകളിൽ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കോണം. ഇപ്പൊ നിർണായകമായ ഒരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. എന്താ? സാറ്റലൈറ്റിനകത്ത് ബോംബ്. നിങ്ങളുടെ വീട്ടിനകത്ത് വീഡിയോ കോണോ, അത് കഴിഞ്ഞിട്ട് സൺ ഡയറക്റ്റോ, ഇതൊക്കെ എങ്ങനെ വരുന്നെന്നറിയാമോ? സാറ്റലൈറ്റിനകത്ത് സിഗ്നൽ ചെയ്യുന്നത് പോലെ ഇന്ന് കൊറിയക്കാരൻ സാറ്റലൈറ്റിനകത്ത് ബോംബ്, അമേരിക്കക്കാരനും സാറ്റലൈറ്റിനകത്ത്, അത് കഴിഞ്ഞ് റഷ്യക്കാരൻ അന്തരീക്ഷത്തിനകത്ത് റിമോട്ട് കാർ വെച്ചതുപോലെ സുന്ദരമായിട്ടുള്ള ബോംബുകളെ സാറ്റലൈറ്റ് വെച്ചിട്ട് റഫാൽ വേണ്ട, സുഖോയ് യുദ്ധ വിമാനമില്ലാതെ ലോകത്തിന്റെ 7 പട്ടണത്തിനകത്ത് അന്തരീക്ഷത്തിനകത്ത് സാറ്റലൈറ്റ് വഴി ബോംബ് വർഷിപ്പിക്കുവാൻ ടെക്നോളജികൾ ലോകത്തിന്റെ ആയുധപ്പുരകളിൽ കൊണ്ടാടുന്നു. തീർന്നില്ല. അടുത്ത ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. എന്താ അടുത്ത ഒരു കാര്യമെന്നറിയാമോ? മനസ്സിലാക്കണം. ഇത് ഇറാൻ 2014 ഒരു സംഭവം നടന്നു. അവരൊരു മിസൈലിനെ കൊണ്ടുവന്ന് ഷഹാബ് 3. ആ മിസൈലിന്റെ ദൂരപരിധി എത്രയാണെന്നറിയാമോ? 3000 കിലോമീറ്റർ. മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ തകർക്കുവാൻ, ഏത് രാജ്യത്തേക്കും അറ്റാക്ക് ചെയ്യുവാൻ ഇറാൻ ഒരു മിസൈൽ കൊണ്ടുവന്ന് ഷഹാബ് 3. അത് കണ്ടപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിനെ വിളിച്ചു. ഇവർ തമ്മിൽ പണ്ടേ പോരാ. എല്ലാ സൈന്യാധിപന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇറാന്റെ കയ്യിൽ ഷഹാബ് 3 ഉണ്ട്, റേഡിയേഷൻ ഏറ്റാൽ നമ്മൾ തീരും. ആര്? അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഉടനെ ഇസ്രയേലിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു സാറേ വിഷമിക്കണ്ട, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാ? കീവിലും ഓർക്കേവിലും മെഡോണയിലും മരിയാപ്പോളിലും ബങ്കറിനകത്തിരിക്കുന്നത് പോലെ മനുഷ്യനെ ബങ്കറിനകത്താക്കി AC ഇട്ട് കൊടുത്ത കാര്യം ചെയ്തു. ഉടനെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കുഞ്ഞ് AC കട്ടായ 8 അടി കോൺക്രീറ്റ് എല്ലാം കടന്നു
കിടന്ന് ചാവും. അതുകൊണ്ട് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു രക്ഷാ കവചം വേണം. ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, അല്ലെ മില്ലർ ആണോ, അല്ലെ മാർക്കോണി ആണോ, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് ആണോ? അവരൊന്നുമല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? യാക്കോബ് എന്ന വല്യപ്പൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് പുള്ളിക്കാരൻ എവിടെ പോയി? അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി. പുള്ളിക്കാരൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതാ. ലാഭം. 2 ബിസിനസ് ആർക്ക് കൊടുത്തു? നല്ല കുരുമുളക് കൃഷി, ആടിൻ്റെ ബിസിനസ് ആർക്ക് കൊടുത്തു? യാക്കോബിന് കൊടുത്തു. പടിപടിയായി ഉയർന്നു വന്നു. കാലത്തിൻ്റെ പ്രകൃതിക്കകത്ത് കുരുമുളകത്ത് പോയി ആട്ടിന് കോവിഡ് രോഗവും വന്നു. ഈ വെള്ളയാട്ടിനെ ഒന്നും കമ്പോളത്തിൽ കയറ്റാൻ വയ്യ. ഉടനെ ലാബാൻ പറഞ്ഞു, മക്കളെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാ, ബാങ്കുകാർ ജപ്തിക്ക് വരും. ഉടനെ യാക്കോബ് പറഞ്ഞു, വിഷമിക്കണ്ട അങ്കിളെ, എല്ലാം ഞാൻ ശരിയാക്കാം, LDF വരും, എല്ലാം ശരിയാക്കും. എന്തോ ചെയ്തു? ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കുവാൻ വന്നു. പുന്നപടിയും ഞെരിഞ്ഞിൽ വടിയും എവിടെ കൊടുത്തു? കാടിക്കകത്ത് കലക്കി കൊടുത്തു. ആട് പേടിച്ചു ചെനയറ്റു. 6-ാം മാസം ഏത് കുട്ടികളെ കിട്ടി? വരയാടിനെയും പുള്ളിയാടിനെയും കിട്ടി. അപ്പൊ ആടിന്റെ കളർ മാറ്റിയതാരാ? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണോ? അല്ല. മണ്ണുത്തി സർവകലാശാലയാണോ? വല്യപ്പനായ യാക്കോബ്, ആദ്യത്തെ ശാസ്ത്രജ്ഞൻ, മിണ്ടുന്നില്ല. കണ്ടോ? അവനെ തകർക്കുവാൻ ഒരിക്കലും ഒരുത്തനും കഴിയത്തില്ല. അവനാ യഹൂദൻ. മനസ്സിലാകുന്നവർക്കായി മനസ്സിലാക്കണോ? എന്നിട്ട് ഇസ്രായേൽ എന്തോ ഇതെന്നറിയാമോ? നമ്മുടെ തൊട്ടടുത്ത് ടെലിവിഷൻ കടയുണ്ട്, റേഡിയോ കടയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉൽപ്പന്നം കൊണ്ട് ചെയ്താൽ എന്തുവാ ചെയ്യുന്നത്? അതിനെ സോൾഡർ ചെയ്യാൻ ഒരു ലോഹമുണ്ട്. അതിൻ്റെ പേരാ കറുത്തീയ. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുമ്പോൾ കറക്റ്റ് എൻ്റെ രേഖയുണ്ട്. 90 ലക്ഷം ഇസ്രായേൽ ജനങ്ങൾക്ക് റേഡിയേഷൻ ഏക്കാതിരിക്കാൻ ലെഡിൻ്റെ, അഥവാ നമ്മൾ ഓവർകോട്ട് ഇടുന്നത് പോലെ കറുത്ത കുപ്പായം ലെഡിൻ്റെ അവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. എന്നിട്ട് എന്താ ചെയ്തത്? ബെഞ്ചമിൻ നെതന്യാഹു ചത്ത ഡെഡ് ബോഡികളെ മേടിച്ചു, സീനായുടെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ ഷെൽട്ടർ പുതപ്പിച്ചു. ഇസ്രയേലിന്റെ വിമാനത്തിൽ നിന്ന് ലേസർ അടുപ്പിച്ചു. ഒറ്റ ശരീരത്തിൽ കയറിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, എല്ലാവർക്കും ഇതിരിക്കട്ടെ. 90 ലക്ഷം ജനങ്ങൾക്കും ഇന്ന് ഇസ്രയേലിൽ റേഡിയേഷൻ ഏക്കാത്ത സുന്ദരമായ ലെഡിന്റെ കുപ്പായം. ഇന്ന് രാത്രി കോടഞ്ചേരിയിൽ ഇരിക്കുന്ന അച്ചായ, അമ്മാമെ, ദൈവദാസന്മാരെ, നമുക്ക് വല്ല കുപ്പായം ഉണ്ടോ? കോവിഡ് കാലത്ത് ഒരു മാസ്ക് പോലും ഇല്ല, പിന്നെ അതിന് കുപ്പായം. സ്വോത്രം. ഇന്ന് രാത്രി നമുക്കൊരു കുപ്പായം കിട്ടി. ഒന്നാമത്തെ യാത് തേജനിൽ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവറിയിൽ പരമയാഗമായി. ഇന്ന് രാത്രി എന്താ സംഭവിച്ചത്? യഹൂദനെ ക്രൂശിക്കുവാൻ ഒരു യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിന്റെ വസ്ത്രത്തെ കിട്ടി. ഹല്ലേലൂയ. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ ബാർ ഹോട്ടലുകാരന് കോടികൾ കിട്ടി. മീനും ഇറച്ചിയും വിൽക്കുന്നവൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി. ഉയർപ്പും ദുഃഖ വെള്ളിയാഴ്ച ഒന്ന് നമ്മൾക്ക് കിട്ടി. ദൈവമക്കള്, കാൽവറിയുടെ കൊലക്കളത്തിൽ നിന്ന് രക്ഷയുടെ വസ്ത്രം ഇന്ന് രാത്രി അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കോഴിക്കോടും മാവൂരും മാനാഞ്ചിറയും അപ്പച്ചന്മാർ പാടി, പൊന്മണി മാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്ര നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സംഭവങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി സമയത്തും അസമയത്തും നാഥൻ വെളിപ്പെടും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ലോകം ഒരു 3-ാം ലോകമഹായുദ്ധത്തിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ചൈനയുടെ സിൽക്ക് ബാധ. ഞാൻ ഉക്രൈൻ പറയുമ്പോൾ ഒരു ഭാഗം നിർത്താം. ദാ കിടക്കുന്ന ചൈനയുടെ സിൽക്ക് ബാധ. എന്താ ചൈനയുടെ സിൽക്ക് ബാധ? ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് എവിടെ ചെല്ലും? ഇറാൻ. ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട്, കരമുയർത്തണം, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കേട്ടവരെന്ന് കരമുയർത്തിയാട്ട്. അതിൻ്റെ അക്കരെ ഒരു പട്ടണമുണ്ട്, അതിൻ്റെ പേരാ തുർക്കി. ഇന്ന് ഉക്രൈനുമായിട്ട് ചർച്ച നടക്കുന്ന തൊയ്ബെർദോഗൻ മിണ്ടുന്നില്ല. യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നത്. ഭോജനം 19:21. ദൈവദാസന്മാരെല്ലാം നോട്ട്. നാളെ പ്രസംഗിക്കണം നിങ്ങൾ. ഇതെല്ലാം ബൈബിളുണ്ട്. ദ സിൽക്ക് കോറിഡോർ ചൈന. ചൈനയുടെ സിൽക്ക് ബാധ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 19:23 വായിക്കാം. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ഈജിപ്റ്റ്, മിസ്രയീം, സിറിയ, ഇതെല്ലാം ഒറ്റ റൂട്ടാ, പെരുവഴി. അടുത്തത് തിരിച്ച് റിവൈസ്. അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. ഈ പാതയുടെ പേരാ മക്കളെ. അഫ്ഗാൻ, ചൈന, പാകിസ്ഥാൻ, ഇറാന്റെ ബോധത്തിന്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ബീക്കായൽ ഗർഭച്ചോ ഒരു പരിപാടി കൊണ്ടുവന്നു. അതിന്റെ പേരാ ഗ്ലാസ് നെസ്റ്റും പെരിസ്ട്രോയ്ക്ക്. റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഇത് എവിടെ എഴുതി? 2650 കൊല്ലം മുമ്പ് ഭക്തനായ എസക്കേൽ 38-39 എഴുതി. റഷ്യ രാജ്യം വെട്ടിമുറിക്കപ്പെടും. ഏതായി? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ചെച്ചിനിയ, ഉക്രൈൻ, ഇതെല്ലാം വെട്ടിമുറിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത്. ഇന്ന് രാത്രി മക്കളെ, ആകാശം മാറും, ഭൂമി മാറും, മനുഷ്യൻ മാറും. കോവിഡിനകത്ത് പലരും വീഴും. എന്നാൽ ഞങ്ങൾ ഉയർത്തിയ ബൈബിളിനകത്തെ പ്രവചനങ്ങൾ മുഴുവൻ ഇന്ന് 90%
വാഗ്ദാനം നിവർത്തിയായിരിക്കുന്നു. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. ഇത് ഉയർത്തിയവൻ അനുഗ്രഹിക്കപ്പെടും, ഇത് വായിച്ചവൻ അനുഗ്രഹിക്കപ്പെടും, ഇത് പ്രസംഗിച്ചവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. അവൻ യഹൂദന അമേരിക്കക്കാരുമായിട്ട് ചേർന്ന് നിൽക്കൂ. നാറ്റോയി കത്ത് കൊടുത്തു. ആർക്ക് കൊടുത്തു? ബരാക് ഒബാമയ്ക്ക്. പുള്ളി എടുത്തില്ല. അത് കഴിഞ്ഞ് ട്രംപിന് കൊടുത്തു, എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ആർക്ക് കൊടുത്തു? ബൈഡനും കൊടുത്തു. ഇവരെല്ലാം റിജക്ട് ചെയ്തു. ഇത് 2650 കൊല്ലം മുമ്പ് കേബാർ നദീ തീരത്ത് പ്രവാസത്തിലിരുന്ന ബൂസിയുടെ മകനായ എസെക്കിയേൽ എഴുതി വെച്ചിരിക്കുന്നു, ഒരു അന്തിമ യുദ്ധം റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. വായിക്കാം, എവിടെ എഴുതിയിരിക്കുന്നു ബൈബിളിനകത്ത്? നീയോ മനുഷ്യപുത്ര. എസെക്കിയേൽ ചാപ്റ്റർ 39 വേഴ്സ് 1 and 2. വായിച്ചാട്ട് മക്കള്. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. റഷ്യ എന്ന് പറയുന്ന USSRനെ ദൈവം വിളിക്കുന്ന പേരാ ഗോഗ്. വേറെത്തനുണ്ട് മാഗോഗ്, മംഗോളിയ, അവന്റെ പേരാ ചൈന. അതാ അന്തിമ യുദ്ധം. ഗോഗ് മാഗോഗ് അവിടെ ഞാൻ തൊടുന്നില്ല. നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, രോഷ് ഇന്നത്തെ റഷ്യ. മേശക്, മേശക് ഇന്നത്തെ മോസ്കോ. ബൈബിൾ. അടുത്തത് തൂബൽ, ഇന്നത്തെ ട്രൂബല, സൈബീരിയ, ടുബാസ്കോയുടെ ഭാഗങ്ങൾ, സൈബീരിയ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. ഇതിന്റെ എല്ലാം തലവനായ റഷ്യയെ. പുട്ടിൻ കഴിയട്ടെ അപ്പൊ കാണാം. ഇതിന്റെ തലവനായ റഷ്യയെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ റഷ്യക്കെതിരെ സർവശക്തൻ വിരോധമായി തീരും. അടുത്തത്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, നിന്നിൽ 1/6 ശേഷിപ്പിച്ച്, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ. കേട്ടോ, ഇതാ വചനം. 1/6 ശേഷിപ്പിച്ച്, നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്, വടക്കേ അറ്റ സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ച്, ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അതിന്റെ തുടർച്ച കോവിഡിന്റെ മറവിൽ ഉക്രൈനെ ആക്രമിച്ചെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ഇസ്രായേലിന്റെ പട്ടണത്തിനകത്ത് അറബ് രാജ്യങ്ങളുടെ സമ്മതിയോടുകൂടി സിറിയക്കകത്തുനിന്ന് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അവിടെ ടെല്ലവീവിനകത്ത്, ജെറുസലേമിനകത്ത്, ഹൈഫയ്ക്കകത്ത്, അഷ്കലോനിലും അഷ്തോദിലും എല്ലാ സ്ഥലത്തും ഉക്രൈനിൽ കയറിയതുപോലെ ഇസ്രയേലിന്റെ പട്ടണത്തിനകത്ത് റഷ്യയുടെ വിമാനം കയറുവാൻ കാരണമായി അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. സെക്കരിയാവ് 12:1-2-3. അതിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കപ്പെടും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരുമെങ്കിൽ ഇന്ന് റഷ്യ ഉക്രൈനെ അടിച്ചോലൊരടി ഇസ്രയേലിന്റെ മേൽ മുഴങ്ങാൻ കാലമായി 1400 യുദ്ധവിമാനങ്ങൾ 2.5 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് അടിവീഴാൻ കാലമായി. എന്നാൽ ആ യുദ്ധവിമാനങ്ങളുടെ ഹുങ്കാരം ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോട് ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മധ്യാകാശത്തിൽ പുറപ്പെടാറായി. കോടഞ്ചേരിയെ, നെല്ലിപ്പയ്യെ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രി അക്കമിട്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം ഒന്നില്ല, ഒന്നേ കാലില്ല, യേശുവിന്റെ നാമം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥം ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് സഭയെടുക്കപ്പെട്ടാൽ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ ഇസ്രയേലിൻ്റെ പുതപ്പായി, ചൈനയുടെ സിൽക്ക് ബാധയായി, റഷ്യയുടെ ഇന്നത്തെ ഉക്രൈൻ അധിനിവേശം. 3 കാര്യങ്ങൾ ഇന്ന് രാത്രി. ബാക്കി നാളെ കോവിഡാനന്തര ലോകം വരുന്നു. ബ്ലഡ് റൈൻ. അത് കഴിഞ്ഞിട്ട് ഭൂമി പൊട്ടാൻ പോകുന്നു. മുല്ലപ്പെരിയാർ. ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കും. 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടുന്നു. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, ഇത് സ്കൂൾ ഗ്രൗണ്ട്. മരുഭൂമിയിൽ ആറ്റം പരീക്ഷിക്കുന്നത് അമേരിക്കയിലെ നോവേദ, ഇസ്രയേലിലെ സീനായ്, ഇറാനിലെ കാഹിർ, റഷ്യയിലെ സൈബീരിയ, ഇന്ത്യയിലെ പൊക്രാൻ, ടാർ. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ. ഈ മരുഭൂമികളിൽ, ചൈനയിലെ ബോബി, ഈ മരുഭൂമികളിലെല്ലാം ആറ്റം പരീക്ഷിക്കുന്നു. ആറ്റം മരുഭൂമിയിൽ പൊട്ടിക്കുമ്പോൾ ആറ്റത്തിനോടൊപ്പം മണൽ പഴുക്കുന്നു. ഈ മണൽ എവിടെ? ഞാനല്ല ചോദിക്കുന്നത്, ISRO ചോദിക്കുന്നു. ഈ മണൽ എവിടെ? എവിടത്തേക്ക് ഈ മണൽ പോയി? ആകാശത്തിൻ്റെ തട്ടുകളിലേക്ക് ഈ മണൽ പോയി. ആകാശത്തിന് 7 തട്ടുകളാണ് ഉള്ളത്. സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ,
തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സിന് അറിയാം. അതുകൊണ്ടാണ് പണ്ടപ്പച്ചന്മാർ പാടി ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ. അങ്ങനെയെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിനകത്ത് രണ്ട് കാര്യമുണ്ട്, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. സയൻസാണ് ഇനി. ആ സൾഫറും ഫോസ്ഫറസും അതിൻ്റെ കൂടെ ഈ മണൽ പഴുക്കും. മണൽ പഴുത്തു കഴിഞ്ഞാൽ അതവിടെ കെട്ടി നിൽക്കുന്നു. ആറ്റം പൊട്ടുമ്പോൾ അതിൻ്റെ പേര് റൈഡോൺ. അങ്ങനെയെങ്കിൽ ഇത് മൂന്നുകൂടെ മിക്സായി, സൾഫർ, ആക്ടിവേറ്റഡ് ഫോസ്ഫറസ്, then sand. The mixed combination is saying we are റൈഡോൺ. ആ മഴ ഇവിടെ പെയ്യാൻ പോകുന്നു. അതിൻ്റെ പേര് റൈഡോൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ. സംശയമുണ്ടെങ്കിൽ ISRO, ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. ഈ തെളിവെല്ലാം ലാസ്റ്റിൽ മീഡിയയ്ക്ക് കൊടുക്കും, ലോകം കാണുന്നത്. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ബൈബിളിനകത്തുണ്ടോ? സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ രക്തമഴ പെയ്യും. റൈഡോൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ. വായിക്കാം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആറ്റം മഴ വരാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 16, 3-ാമത്തെ വാക്യം. രണ്ടാമത്തവൻ വായിച്ചാട്ട് മക്കളെ. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. രക്തമഴ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു. ചലനമില്ലാത്ത മരിച്ചവന്റെ രക്തം പോലെ ആയിരുന്നു. അടുത്തത് സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. വെള്ളം കുടിക്കുന്ന മനുഷ്യനും തീരും, സകലരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തീരും. വരാൻ പോകുന്നു സോമാലിയ. ദാ കിടക്കുന്നു, ജലദുരന്തം പെയ്തു, രക്തമഴ. സംശയമുണ്ടെ മൊത്ത തെളിവ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോപ്പി എടുക്കാൻ തരാം. എൻ്റെ ആഗ്രഹം കോടഞ്ചേരിയിൽ നിന്ന് 4 പേര് പ്രസംഗിക്കാൻ ഇറങ്ങണമെന്ന്. സോമാലിയ ജലദുരന്തം പെയ്തിറങ്ങി, റൈഡോൺ റെയിൻ. തീർന്നില്ല. ശ്രീലങ്കയുടെ ഒരു ഭാഗത്ത് 2017 അടിച്ചു രക്തമഴ. ഇടയ്ക്കിടയ്ക്ക് കിണറ്റിനകത്ത് വരുന്നത് പോലെ, ചില നദികളിൽ രക്തവെള്ളം കാണുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ചൂട് വർദ്ധിക്കുമ്പോൾ പെയ്യാൻ പോകുന്ന ഒരു രക്തമഴ. നാടൻ ഭാഷ ഒരു മലയാളം പറയാം. ഇവിടെ ഒരു ചെറുപ്പക്കാരി, അവർക്ക് 2 നില വീട്. അവർ ഗൾഫിലായിരുന്നു. വീട്ടിൻ്റെ മേളിലോട്ട് 4 തെങ്ങ് കിടന്നു. ആരും നോക്കിയില്ല. തെങ്ങിനകത്ത് ഓലയും മടലുമെല്ലാം ടെറസിൽ വീണു. 2 വർഷം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ അവർ കാണുന്നത് എന്താ? മുഴുവൻ ഇങ്ങനെ ഓലയും മടലും കരിഞ്ഞു കിടക്കുക. അടുത്ത വീട്ടുകാരെ വിളിച്ചു, ചേട്ടാ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു വാട്ടർ എടുക്കാൻ പറഞ്ഞു, മേളിൽ കഴുകാൻ പറഞ്ഞു. താഴേന്ന് പോയത് നല്ല വെള്ളം, ടെറസ് കഴുകി ഹോളിൽ കൂടെ ഇറങ്ങിയത് കറുത്ത വെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ രക്തമഴ. തീർന്നില്ല. ഇതിലെ തന്നെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ലൈൻ വാട്ടർ ഇടുന്നു. ഈ ലൈൻ വാട്ടർ ഒന്ന് ഈ കോഴിക്കോട് ഏതെങ്കിലും ഡാമായിരിക്കും, അത് പുല്ലൂരാമ്പാറയെന്നോ ഇവിടുന്നെങ്കിലും വരുന്നത്. ഇവിടെ മഴ പെയ്താൽ, രക്തമഴ പെയ്താൽ കിണറ്റിനകത്ത് ആരാ വെള്ളം കൊണ്ടുപിടിക്കുന്ന? കോടഞ്ചേരി പഞ്ചായത്താണോ? മണ്ണിൽ ഫിൽട്രേറ്റ് ചെയ്യുന്ന വെള്ളം കിണറ്റിനകത്ത്. എവിടെ? കോഴിക്കോട് കടലിലെ വെള്ളം, മലകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം, വയനാട്ടിലെ ചുരത്തിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമായിരിക്കും കബനിപ്പുഴയിലെല്ലാം കവിഞ്ഞൊടുക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ ഒരു കുടുംബം കൈവിടപ്പെട്ടു പോയാൽ, ശ്രദ്ധയോടെ കേൾക്കണമേ. അച്ചായൻ അമ്മാമ്മ 2 കുഞ്ഞുങ്ങൾ. 5:30 അമ്മാമ്മ ടാപ്പ് ഓൺ ചെയ്ത് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കാപ്പി ഇടുന്നത് രക്തവെള്ളത്തിനകത്ത്. സംഭവിക്കാൻ പോകുന്നു. തീർന്നില്ല. 8 മണിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ ഷവർ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈൻ വാട്ടർ വരുന്നത് രക്തവെള്ളം. ഇല്ല, 10 മണിക്ക് തുണിയെല്ലാം കെട്ടിപ്പറക്കി തൊട്ടടുത്തുള്ള കുളത്തിനകത്ത് കഴുകാൻ പോയാൽ വീഴുന്നത് രക്തവെള്ളം. 2035 സാജു ചാത്തന്നൂരല്ല, മൻ കി ബാത്ത്, വെങ്കയ്യ നായിഡു, ശ്രീ നരേന്ദ്രമോദി സാർ, ഇവരെല്ലാം കൂടെ മൻ കി ബാത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തോടി സി ദേർ ബാദ് ഇന്ത്യ की जो बाहर की किनारों में कौन का बारिश आएगा, आगे से सोमालिया, उसका पीछे से श्रीलंका, अभी तक इंडिया में नहीं आया, थोड़ी सी देर बाद इंडिया में आएगा कौन का बारिश. मन की बात. ആദർശധീരനായ പ്രധാനമന്ത്രി മോഡിജി പറഞ്ഞു, ഇന്ത്യയിൽ രക്തമഴ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട്, രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, സമുദ്രത്തിന്റെ ജലം രക്തം പോലെയായി കുടിച്ചവനെല്ലാം മരിച്ചുപോയി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ രക്തവെള്ളം 5:30 നിങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് ഒഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ നമുക്കായി വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി അവന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ 5.5 ലിറ്റർ രക്തം അവന്റെ ശരീരത്ത് ഒഴുകിയത്, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. കോടഞ്ചേരി ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. തീർന്നില്ല. 2 സംഭവം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം.
നാം കാണുന്ന സൂര്യൻ. ഇതെല്ലാ കാലവും നിൽക്കുമോ? ആലപ്പുഴക്കാരൻ ഡോക്ടർ സോമനാഥ് ISROയുടെ ചെയർമാൻ, മുഴുവല്ലെങ്കിലും ഞാൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു സൂര്യൻ തീരാൻ പോകുന്നു, ഈ ഭൂമി അസ്തമിക്കാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ ഇതെല്ലാം സംഭവിക്കും? വായിക്കുന്നു, 2 വാക്യം ഇന്ന് രാത്രി വൈൻഡപ്പ്, നാളെ രാത്രി അടുത്ത വെളിപ്പാട് 6, 12, 13, 14. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 12, 13 and 14. വെളിപ്പാട് 6, 12, 13, 14 വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. കിടക്കുന്ന സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. ഇംഗ്ലീഷ് സൺ ഈസ് ഗോയിങ് ഡീപ്പ് സ്ലീപ്പ്, ദീർഘകാല ഉറക്കത്തിന് പോകാൻ പോകുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. കോടഞ്ചേരി ചന്ദ്രനല്ല, രാത്രി നമുക്ക് നിലാവെളിച്ചം തരുന്ന ചന്ദ്രൻ. മക്കളെ വാക്യം മാറ്റരുത്. ഉൽപ്പത്തി 1, 16, 17. പകൽ വാഴുവാൻ വെളിച്ചവും വലിപ്പവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ വലിപ്പം വെളിച്ചം കുറഞ്ഞ നിലാചന്ദ്രൻ. ബൈബിൾ സയൻസ് വല്ല രക്ഷയുണ്ടോ? പിടികിട്ടിയോ? സ്തോത്രം. അല്ല, ഈ ചന്ദ്രചേട്ടനെയൊക്കെ സൂര്യനെയൊക്കെ ആരും ഉണ്ടാക്കിയതല്ല, സർവശക്തനായ ദൈവം ഉണ്ടാക്കിയതാ. സ്തോത്രം. അപ്പോൾ ഈ സൂര്യനെ പറ്റി ഒന്ന് പഠിക്കണം. ഒരു വേഗത്തിൽ കേട്ടോണേ. സൂര്യനകത്ത് 3 ഘടകങ്ങളാണ്. നമ്മുടെ തേങ്ങ അവറാച്ചായനെ ഇടിഞ്ഞോട്ട് വലിച്ചിടും തെങ്ങേന്ന് ഉടനെ തേങ്ങാപ്പൂൾ കിട്ടത്തില്ല. 1 തൊണ്ട്, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. സ്തോത്രം. സൂര്യനകത്ത് 3 ഘടകം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ കാലിക്കറ്റ് നല്ല യൂണിവേഴ്സിറ്റി. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. കൊറോണയ്ക്കകത്തൊരു വാതകം കത്തുന്നുണ്ട്, അതിൻ്റെ പേര് ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 60 ടൺ ഹൈഡ്രജൻ കത്തുന്നു. ഈ ഹൈഡ്രജൻ കത്തിയ പുക എന്തിയ? ഗ്രൗണ്ടിൽ ജീപ്പ് കിടപ്പുണ്ട്. ഡീസൽ കത്തിയാൽ പുറകെ ചിന്നമാമ റബ്ബറിന്റെ വിറവോ കവുങ്ങിന്റെ വിറകോ അടുപ്പി വെക്കും, ചാരം ബാക്കി കിട്ടും. പക്ഷേ ഹൈഡ്രജൻ കത്തിയാൽ അതിന്റെ ബാക്കി പത്രമാ ഹീലിയം. ആ ഹീലിയത്തിന്റെ പേരാ സൂര്യൻ കറുക്കാൻ പോകുന്നു. അതിനാണ് സയൻസ് പറയുന്നത് ബ്ലാക്ക് മോൾസ് അവൈലബിൾ ഇൻ ദ സൺ. അതിനാ സൂര്യനകത്ത് കറുത്ത പുള്ളി മനോരമ. സ്വത്രം. സയൻസൂടെ മനസ്സിലാക്കണം. ഇതാ ബൈബിൾ. അവറാച്ച മലയിൽ പോയതല്ല, സകല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ബാക്കി നാളെ നമുക്ക് കേൾക്കാം. സ്വത്രം. അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് ഹീലിയം. സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. അങ്ങനെ വല്ലവർക്കും അറിയാമോ എന്താ ഭൂമി? 51 കോടി ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ ഭൂമി. 2/3 ഭാഗം സമുദ്രം. 23.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1760 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഭൂമണ്ഡലം. വല്ലവർക്കും അറിയാമോ? യെശയ്യാ 40:22. ഭൂമണ്ഡലത്തെ അവൻ വിരിച്ചിരിക്കുന്നു. സ്വത്രം. തീർന്നില്ല. ഭൂമിക്ക് എന്താ ഉള്ളത്? 3 തട്ടുകളുണ്ട്. വല്ലവർക്കും അറിയാമോ? 1ാമത്തെ തട്ട് ക്രിസ്റ്റ്. 80 കിലോമീറ്റർ വീട് വെക്കാം, വെള്ളം കിട്ടും. 80 മുതൽ 2000 കിലോമീറ്റർ വരെ 2ാമത്തെ തട്ട് മാൻഡിൽ, കട്ടിപ്രതലം. അതിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിനെ വെച്ചിട്ടുണ്ട്. ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ. സങ്കീർത്തനം. കൈ ഉയരുന്നില്ലല്ലോ. സ്വത്രം. മരണ വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. സ്വത്രം. വിഷമിക്കണ്ട, കർത്താവ് വരാറായി. സ്വത്രം. അത് കുഴപ്പം എന്താണെന്നറിയാം? നമ്മുടെ ആൾക്കാരൊന്നും കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കാറില്ല. അതാണ് ഈ കുഴപ്പം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഭയം. പോയേ പറ്റൂ മക്കളെ. നല്ല വീട് കെട്ടി കാടില കാറിനകത്ത് അല്പഭാഗം കഴിച്ച് കോഴിക്കോട്ട് നിന്ന് ഗാലക്സിയുടെ മുട്ടായിയൊക്കെ തിന്ന് കറുത്തമുത്തും ചന്ദനമഴയൊക്കെ കണ്ട് അച്ചായന് വാട്സപ്പൊക്കെ ഇടിച്ച് വിൽക്കാമെന്ന് വിചാരിച്ച ആരും പറ്റത്തില്ല. പോയേ പറ്റൂ. സ്വത്രം. ഇനി വന്നാലും ഇല്ലെങ്കിലും ഉള്ളത് തുറന്നു പറയണുള്ളൂ. സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഭൂമിയുടെ അടി ദൈവം പ്ലേറ്റ് വെച്ചു. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏഷ്യൻ പ്ലേറ്റ്. കന്യാകുമാരി, ഗുജറാത്ത്, ഗൾഫ് രാജ്യം, തുർക്കി ഏഷ്യൻ പ്ലേറ്റ്. 2ാമത്തെ പ്ലേറ്റ് ബർമ, റംഗൂൺ, ന്യൂഡൽഹി. അത് കഴിഞ്ഞ് ബ്രിട്ടൻ. അത് കഴിഞ്ഞ് നേരെ ചെല്ലും തായ്ലൻഡ് വഴി കടക്കുന്നു. 2ാമത്തെ പ്ലേറ്റ് ബ്രിട്ടൻ. അതുകൊണ്ടാ ഈ സൂര്യന്റെ ആകർഷത്തിൽ ഭൂമിക്ക് പിടികിട്ടാതിരിക്കും. ഈ ഹീലിയത്തിന്റെ ബ്ലാക്ക് മോഡ്സ്. അന്നേരം നമ്മുടെ കോടഞ്ചേരി വണ്ടി കുലുങ്ങുന്ന പോലെ ഭൂമി കുലുങ്ങും. അതിന്റെ പേരാ ഭൂകമ്പം. യെശയ്യാ പ്രവചനം വല്ലവർക്കും അറിയാമോ? 24, 19, 20. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാട്, കാവൽമാടം പോലെ ആട്. അതിന്റെ അകൃത്യം പെരുകും, അത് വീഴും, എഴുന്നേൽക്കയില്ല. ഇന്ന് രാത്രി ചങ്ക് കയറി പറയുന്നത് ഇവിടെ തീർന്നാലും മേലോട്ടൊരു ഭൂമി പാനുണ്ട്. സ്വത്രം. അവിടെ വരുമ്പോൾ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. അതിനു വേണ്ടിയായി പോന്ന്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഭൂമി പോവും. 1 ക്രിസ്റ്റ്, 2 മാൻഡിൽ, അടിക്ക് ലിത്തോസ്ഫിയർ. ഭൂമിയുടെ അധോഭാഗത്ത് എന്തുണ്ട്? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ പാസ്റ്റർമാർക്ക് സന്തോഷമില്ല, തിളച്ചു മറിയുന്നെന്ന്. സ്വത്രം. അതുകൊണ്ടല്ലേ ഇയ്യോബ് പറഞ്ഞത് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, കീഴെ പാതാളങ്ങൾ. മിണ്ടുന്നില്ല. സ്വത്രം. അവിടെ പോയൊരു അച്ചായനെ പറ്റി വല്ലവർക്കും അറിയാമോ? ലൂക്കോസ് 16 ഒരു അച്ചായനുണ്ട്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ നല്ല തടിച്ച ബൈബിള്. എന്തൊരു നല്ല ബൈബിള്, നിറയെ പേപ്പർ. ഉടനെ പാസ്റ്ററിന് സന്തോഷം. എൻ്റെ ഇത്രയും ഓക്സ്ഫോർഡ് ബൈബിളിൽ അച്ചായനോട് ചോദിച്ചു, ഇതെല്ലാം അച്ചായൻ വായിച്ചതാണ്ട് തുണ്ട് എഴുതുക. അപ്പോൾ പാസ്റ്ററോട് പറയാം, പാസ്റ്ററിനോട് പറയാം, പാസ്റ്റർ തുണ്ടൊന്നുമല്ല, ഇവിടുത്തെ സകല ബില്ലുകളും ഈ ബൈബിളിനകത്ത്. കരം അടച്ച ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, എല്ലാം എന്താ ചെയ്ത് ആരും തുറക്കത്തില്ല. ബാക്കി എല്ലാവരും അടിച്ചുകൊണ്ട്
വലിച്ചുകൊണ്ട് പോകും. സ്വോത്രം. അതുകൊണ്ട് ഇതായിരിക്കുന്നത്, അച്ചായന്മാർ ചടക്കപ്പെട്ടു. IPCയുടെ സെൻറ്ററും വന്ന്, AGയുടെ പ്രസ്ബിറ്ററും വന്ന്, ഞങ്ങളെപ്പോലുള്ള പ്രാസംഗികരും വന്ന് നല്ല അടക്കം കിട്ടി. പോയത് എവിടേക്കാ? മേളിലോട്ടല്ല, കീഴപ്പാതാളത്തിൽ. അവിടെ ചെന്നപ്പോൾ കോടഞ്ചേരിയിലെ കുറേ അച്ചായന്മാരുണ്ട്, കള്ള് കുടിച്ച് ഇഷ്ടത്തിന് ജീവിച്ച് അവിടെ സുഖമായിട്ട് കിടക്കുക. ഉടനെ കോടഞ്ചേരിയിലെ തോമാച്ചായനോട് ചോദിച്ചേടാ മോനെ, അവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആ യോഗം കേട്ടിട്ടെങ്കിലും നീ ഒന്ന് കൈ ഉയർത്തിക്കൂടായിരുന്നു. സ്വോത്രം. ഇവിടെ ഞങ്ങൾ എന്താ കാണുന്നത്? കീഴപ്പാതാളത്തിൽ രണ്ട് കാര്യം. ഒന്ന്, കെടാത്ത തീ, ചാകാത്ത പുഴു. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? യെശയ്യാ പ്രവചനം, നിന്നെ എതിരേൽക്കുവാൻ പാതാളം ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ കോടഞ്ചേരിയിൽ അച്ചായന്മാർ പറയും, യോഗത്തിന് നീ ഞങ്ങളെപ്പോലായിരിക്കുന്നു. തീർന്നില്ല. ഹൈന്ദവരുടെ മതഗ്രന്ഥം അതിവിടെ പറയണല്ലോ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ്. വൈകിട്ട് കളി കാണാനേ അമ്പലത്തിൽ പോകത്തുള്ളൂ. പകല് രാവിലെ മഹാഭാരതം, അതുപോലെ തന്നെ ഭഗവത്ഗീത. അതിനകത്ത് മഹാവിഷ്ണുവിന്റെ ചില പാരായണങ്ങൾ പാരായണം ചെയ്യും സംസ്കൃതത്തിൽ. എന്താ? മനുഷ്യൻ സൽക്കർമ്മം ചെയ്ത് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ആത്മാവ് എവിടെ ചെല്ലും? പാതാളത്തിൽ ദണ്ഡനാ സ്ഥലത്ത് വീഴും. അതുകൊണ്ടല്ലേ പൃഥുതർപ്പണം, കർക്കടക വാവുബലി എല്ലാം കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? സ്വോത്രം. അപ്പൊ ശരീരത്തിനെ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. തീർന്നില്ല. ഇസ്ലാമിന്റെ ഖുർആൻ എഴുതിയിരിക്കുന്ന മസ്നാദിന്റെ പുറ കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ട്. പച്ചക്കെഴുതി വെച്ചിരിക്കുന്നു മസ്നാദ് പുറം 716 ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സജു ചാത്തൻ്റെ ഇവിടെ കൺവെൻഷൻ സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീഴും. നിങ്ങൾ എൻ്റെ ഡെഡ് ബോഡി കോഴിക്കോട് ജനറൽ ആശുപത്രി കൊണ്ടിട്ടേക്ക്, അവിടെ ഫ്രീസറിൽ കയറ്റേക്ക്. നാളെ പത്രത്തിനകത്ത് വാർത്ത വരും, സുവിശേഷ പ്രഭാഷകൻ സജു ചാത്തന്നൂർ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ആ പോയെന്ന് പറയുമ്പോഴും എൻ്റെ ഡെഡ് ബോഡി കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ പോയവനാ സജു ചാത്തന്നൂർ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ പറയുന്ന, ദേഹത്തിനും ദേഹിക്കും മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ഇന്ന് രാത്രി കോടഞ്ചേരിയെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതിനുവേണ്ടി ആ സുവിശേഷത്തിന്റെ കവലകൾ തോറ് ഞങ്ങൾ ചങ്ക് ഊറ്റി ഇങ്ങനെ പറയുന്നത്. യേശു വന്ന് എന്തിനാ? വീട് തരാനാണോ? കാർ തരാനാണോ? 1.5 കോടി അക്കൗണ്ടിൽ തരാനാണോ? അല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി അവൻ നിത്യതയ്ക്ക് അവകാശയാകാതെ ജഡത്തിന്റെ രാഗമോഹത്തെ ഏറ്റുകൊണ്ട് യാതനാ സ്ഥലത്ത് നിലവിളി ഹല്ലേലൂയ ഉയരാതിരിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായി അവന്റെ രക്തം വീണെങ്കിൽ പാപം ചെയ്ത മനുഷ്യനെ ദൈവമായിട്ട് അടുപ്പിക്കുക ഏക സൃഷ്ടിയാൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു വന്നു. സ്വോത്രം. അതുകൊണ്ടാ പറഞ്ഞു ഈ അച്ചായനെ 1 മിനിറ്റ് കൂടെ എടുക്കുക. അച്ചായൻ പോയപ്പം വീട്ടിൽ ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നു, ജോമോൻ, അങ്ങനെ ഇരിക്കട്ടെ അവൻ്റെ പേര്. ഇന്നിപ്പോൾ കൊച്ചു നോക്കിയായും മറ്റേ ഇത് ഫോണൊന്നും വേണ്ടല്ലോ. അവൻ വിചാരിച്ച അപ്പച്ചൻ പോയതല്ലേ സ്വോത്രാഴ്ചയിൽ ഒരു കൊച്ചു ഫോണം കിട്ടുകൊടുത്ത്. ഇപ്പോൾ നമ്മുടെ സാംസങ് ഒക്കെ അല്ലേ ആപ്പിള്. അച്ചായൻ 40 വർഷം അവിടെ ചെന്നപ്പോഴേ കറണ്ടൊക്കെ കിട്ടിയത്. ഇടയ്ക്ക് പുല്ലൂരാമ്പാറ ഉരുൾ പൊട്ടിയോലായിരുന്നു കറണ്ട് കിട്ടുക. 40 ദിവസം കഴിഞ്ഞ് നോക്കിയ ചാർജ് ചെയ്തിട്ട് വീട്ടിലോട്ടൊന്ന് വിളിച്ച് അനിയൻ ജോയ്ക്കുട്ടി അപ്പോൾ അടുത്ത ജോയ്ക്കുട്ടി, മോനെ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു? അച്ചായൻ എവിടെയാ? ഞാൻ വന്ന സ്ഥലം പറയണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന്. സ്വോത്രം. ഉടനെ പറഞ്ഞു, എന്തോ മോനെ അവിടെ വിശേഷം? നല്ല പാട്ടും കൂത്തുമൊക്കെ കേൾക്കുന്ന അനുഗ്രഹത്തിന് അധിപതി. ഉടനെ ജോയിക്കുട്ടി പറഞ്ഞ, അച്ചായൻ്റെ 40ാമത്തെ പാട്ട് കുർബാന നടക്കുന്നതെന്ന്. സ്വോത്രം. അച്ചായ ചോദിച്ച്, ടുഡേ വിച്ച് മീൽസ് ആർ സ്പെഷ്യൽ? ഇന്ന് എന്താ സ്പെഷ്യൽ? ഉടനെ പറഞ്ഞു, പാലപ്പവും മട്ടൺ സ്റ്റൂ. ഉടനെ നമ്മുടെ പാതാളത്തിലോട്ട് പോയി അച്ചായൻ പറയാം, മോനെ ജോയിക്കുട്ടി, പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു 7up എങ്കിലും ഇങ്ങോട്ടൊന്ന് അയച്ചുതരാം, പച്ചവെള്ളം കിട്ടാതെ ഞാനിവിടെ നിൽക്കുകയെന്ന്. സ്വോത്രം. കർത്താവിനെ കാണാത്ത കോടഞ്ചേരിയിലെ സകല അച്ചായന്മാരും വീഴാൻ പോകുന്നത് പാതാളത്തിനകത്ത്. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി. അടുത്ത വായിച്ചാട്ടെ മക്കളെ. അത്തിവൃക്ഷം വായിച്ചാട്ടെ. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട്, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അടുത്തത് പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പണ്ടൊരു പാട്ടില്ലായിരുന്ന കോഴിക്കോട് കോടഞ്ചേരിക്ക് അറിയത്തില്ല, ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിന്റെ പോയില്ലയോ. ചട്ടി മാറും, കൊട്ട മാറും, കല മാറും. കോഴിക്കോടും പലരും വീണുപോയി, അതായി കുഴപ്പം പറ്റിയത്. സ്വോത്രം. പഴയ പാട്ടുകളെല്ലാം പോയി. തീർന്നില്ല. അടുത്തതാ എൻ്റെ പ്രസംഗം. ഒറ്റ വാക്യം കൂടെ പറയുമ്പോൾ ഇന്ന് നൃത്തം കറക്റ്റ് ഇട്ടായി. അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ. സകല എല്ലാ മലയും ദ്വീപും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് കവളപ്പാറ പുത്തുമല. കൈ ഉയർത്തിയാട്ടെ. സന്തോഷമില്ലല്ലോ? നിങ്ങളുടെ തൊട്ടടുത്ത് കവളപ്പാറ പുത്തുമല 1000 കുടുംബം. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ? പള്ളിയും പോയി, അമ്പലവും പോയി, ക്ഷേത്രവും പോയി. ഭൂമി പടുപട പൊട്ടും കെടുകിടക്കരൻ. 2018 ഓക്കെ വന്നു ഉൽക്ക. നാളെ ബാക്കി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം 2019 വീണ്ടും അടുത്തത് ഇടുക്കി പെട്ടിമുടി. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. പെട്ടിമുടി ദുരന്തം.
ഞാൻ ഇപ്പോഴേ പറയാം, എൻ്റെ കൂടെ ക്യാമറാമാൻ ഇല്ല, സെക്രട്ടറി ഇല്ല. നിങ്ങൾ കൈ ഉയർത്തുന്ന ഈ സയൻസ് അറിയേണ്ടിയുണ്ട്. എൻ്റെ പിന്നെ പലർക്കും ഒരു സംശയമുണ്ട്, ഇനി ഞാൻ വന്ന് നിങ്ങളുടെ കൈ ഉയർത്തിയ കല്യാണാലോചന, എൻ്റെ ജോലി കല്യാണാലോചനയല്ല. സ്വോത്രം, നിങ്ങളുടെ ദൈവാശന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. സ്വോത്രം. അതുകൊണ്ട് സയൻസിൻ്റെ കൺസിഡറേഷൻ വിത്ത് ലോക വാർത്ത. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, 2018 ആർ യു വാച്ചിങ് ഇൻ അതർ ഡിസ്ട്രിക്ട് ഇൻ യുവർ ഏരിയ? ദാറ്റ് മീൻസ് കവളപ്പാറ, പുത്തുമല. ദ നെക്സ്റ്റ് വൺ ഇടുക്കി, പെട്ടിമുടി. 2021 കോവിഡ് 3ാമത്തെ സാമ്പിളുമായി കൂട്ടിക്കൽ ദുരന്തം. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. മുണ്ടക്കയം, കൂട്ടിക്കൽ. സ്വോത്രം. പലർക്കും അറിയാം. ഇന്ന് രാത്രി സാമ്പിൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. ഇന്ന് രാത്രി സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയെങ്കിൽ കവളപ്പാറ കണ്ട്, പുത്തുമല കണ്ട്, ഇടുക്കി പെട്ടിമുടി കണ്ട്, കഴിഞ്ഞ ദിവസം കൂട്ടിക്കൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് കോടഞ്ചേരിയോട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവസഭ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോകുന്ന ഒറ്റ വാക്യവും കൂടെ. മുല്ലപ്പെരിയാർ. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? വായിക്കാം. ലൂക്കോസ് 21:11. ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്യാം കൃത്യസമയം. ലൂക്ക് ചാപ്റ്റർ 21 വേഴ്സ് 11. കൊറോണ, മുല്ലപ്പെരിയാർ, മഹാവ്യാധി. വായിക്കാം മോളെ. ലൂക്കോസ് 21:11. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കണ്ടില്ലേ? പോരെ കർത്താവ്, ഈ തലമുറ വരത്തില്ലോ ജനമാമേ? അവറാച്ചായന് സന്തോഷമില്ലല്ലോ. സ്വോത്ര. വലിയ ഭൂകമ്പ, ക്ഷാമം, മഹാവ്യാധി. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു മുല്ലപ്പെരിയാർ. എന്താ മുല്ലപ്പെരിയാർ? 1970 മുതൽ 80 വരെ 20 ഭൂകമ്പം, 80 മുതൽ 90 വരെ 40 ഭൂകമ്പം, 90 മുതൽ ഏകദേശം 2000 വരെ വർഷത്തിൽ 60. ഇപ്പൊ എവിടൊക്കെ കുലുങ്ങുന്നെന്ന് അറിയത്തില്ല. കോടഞ്ചേരി കുലുങ്ങുന്നു, പുല്ലൂരാമ്പാറ കുലുങ്ങുന്നു. പ്രളയത്തിൽ കണ്ടില്ലേ? ഇതെല്ലാം പോയില്ലേ? സ്വോത്രം. അങ്ങനെയെങ്കിൽ 94 മഹാരാഷ്ട്രയിലെ ലത്തൂർ ഒന്ന് കുലുങ്ങി. ആ ചലനം 6 ഡിഗ്രി സെന്റിഗ്രേഡ്. എവിടെ? കർണാടക, ഗോവ, മംഗലാപുരം, വയനാട്, കൊച്ചിയിൽ അറബിക്കടൽ വരെ വന്നു. അവിടുന്ന് ഒരു റോഡ് വെട്ടി. മൂവാറ്റുപുഴ, തൊടുപുഴ, അത് കഴിഞ്ഞിട്ട് ഉപ്പിതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, ബേബി ഡാം. അന്ന് 1994 ഈ മുല്ലപ്പെരിയാർ കുലുങ്ങിയത്. ഒരു വക അറിയാത്ത രാഷ്ട്രീയക്കാർ ചുമ്മാതെ വന്നിരുന്ന് ചർച്ച നടത്തുന്ന ഇവനങ്ങും പള്ളിക്കൂടത്തിലും പോയിട്ടുള്ള സയൻസും അറിയത്തില്ല. സ്വോത്ര. അന്ന് ഇത് വിള്ളൽ തുടങ്ങിയത് 22 വർഷം. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ 45 ലക്ഷം ഗുഡ് ബൈ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കിയുടെ ഒരു ഭാഗം, ഇടുക്കിയുടെ നല്ലൊരു ഭാഗം, അത് കഴിഞ്ഞിട്ട് എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട് മുഴുവൻ നിങ്ങൾ പ്ലെയിൻ അടക്കം അറബിക്കടൽ. 45 ലക്ഷം പേർ ഹല്ലേലൂയ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇടുക്കിയുടെ എവിടെ? ഉപ്പുതറയും ശാന്തമ്പാറയും കൊന്നത്തടിയും കഞ്ഞിക്കുഴിയും ചേലക്കടവ്, ചുടവ്, അണക്കരയെല്ലാം ഞാൻ കൊണ്ടുപോയി. പെന്തിക്കോസുകാരല്ല, ഈസ്റ്റ് കേരള മഹാ ഇടവക സകല പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു. എന്താ വൈകിട്ട് ലയത്തിലെ തൊഴിലാളികൾ ഇട്ടിരിക്കുന്ന ഷർട്ടും ഒരു കൈലിയാട്ട് ഓടി വരും പ്രസംഗം കേൾക്കാൻ. വരുന്നവർക്ക് കൊടുക്കാൻ അച്ഛന്മാർ ചായയും എന്താ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിരിക്കുക. എന്താ പണി കഴിഞ്ഞിട്ട് വരുന്നത് 25 രൂപ ജീപ്പിന് പിരിവിട്ട വചനം കേൾക്കാൻ വരുന്നത്. അവിടെ പാട്ട് പാടുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അപ്പാ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് അവർ നിലവിളിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചേട്ടാ, അത് അവിടുത്തെ കാര്യം. എന്നാൽ ഇന്ന് രാത്രി അബ്രഹാമിന്റെ കുടിൽ ദൈവത്തിന്റെ ദാസന്മാർ ഇറങ്ങിയപ്പോൾ സോദോമിനെ ഒന്ന് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു. ഭക്തന്മാരായ 5 അവിടെ ഉണ്ടെങ്കിൽ സോദോമിന്റെ അകത്ത് ന്യായവിധി വരത്തില്ല. ഇന്ന് രാത്രി സജൂജാത്തന്നൂർ അക്കമിട്ട് പറയുന്നു, ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടി 45 ലക്ഷം മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് വചനമെടുക്കുന്നവനെ ചേർക്കുവാൻ സ്വർഗീയ പെട്ടകവുമായി എൻ്റെ നാഥൻ വരാറ്. ലോത്തിനെയും കുടുംബത്തെയും സോവേറിനകത്ത് കരം പിടിച്ചു കൊണ്ടുപോയി ദൈവത്തിന്റെ ദൂതന്മാർ അക്കരയാക്കിയെങ്കിൽ ഇന്ന് രാത്രി മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുക. സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് ആരാധിച്ചാട്ടെ. എൻ്റെ യേശു വരാൻ കാലമായി. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. സോമനാഥ് പറയുന്നു, ഇന്ത്യയുടെ ISRO ചെയർമാൻ സോമനാഥ് സാർ എന്താ പറയുന്നതെന്ന് അറിയാമോ? 2035 സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. ഇന്റർനെറ്റ് നോക്ക്, കൗമുദി, മനോരമ. എന്നിട്ട് സോമനാഥ് സാർ പറയുന്നത് മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കയറിക്കോണമെന്ന്. അടുത്ത കാര്യം പറയുന്നത് എന്താണെന്നറിയോ? ഈ അന്യഗ്രഹങ്ങൾ മാത്രമല്ല, വീട് വേറെ വെക്കണമെന്ന്. ഇന്ന് രാത്രി മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ ഞാൻ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി കോടഞ്ചേരി വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? ഇന്ന് രാത്രി. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലയാഴ്ച ശിഷ്യന്മാരോട് യേശു സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാ ദൈവത്തിൻ്റെ ദാസൻ എന്നിവിടെ തുടങ്ങി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്.
ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ഉലകത്തിലെ മഹാന്മാരല്ല കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കൊന്നറിയാം, മാർച്ച് പാർട്ടിയുടെ ക്രെംലിനകത്ത് കൊട്ടാരത്തിനകത്ത് സ്റ്റാലിനും മാർഷുമെല്ലാം ഉറങ്ങുന്നു. ഇന്ത്യയുടെ രാജ്ഘട്ടത്തിനകത്ത് രാജീവ് ഗാന്ധിയും ഇന്ന് രാജീവ് ജവഹർലാലും ബാപ്പുജി എല്ലാം കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ പലസ്തീനിലെ പടിഞ്ഞാറെ ചെരുവിൽ അരിമത്തേക്കാരനായ യോസഫിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടാരമായ ഭൗമഭവന മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനവർക്ക് എന്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി പറയണം 2035 the sun is going to a death sleep. എന്നാൽ ഇന്ന് രാത്രി പറയണം, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. ഐ വിൽ വൈൻഡ് അപ്പ് മൈ വേർഡ്സ് ഓൺ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെല്ലുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേരേതാ? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. എല്ലാ കൺവെൻഷൻ ഞാൻ പറയാറുണ്ട്, 10 രൂപയുള്ളു. കയറിയാൽ അന്ന ശരവണ ഭവന് നല്ല ചായ കുടിക്കാം. ട്രെയിനിൽ കയറാൻ പറ്റുമോ? മുംബൈ കന്യാകുമാരിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് എറണാകുളം വല്ലതും കയറാൻ പറ്റുമോ? മറ്റൊരുത്തനെ കിട്ടും 160 ഒന്നീ മൊബൈലിൽ അല്ലെങ്കിൽ അവിടുന്ന് റിസർവേഷൻ. അതിൽ എഴുതിയിരിക്കുക S3 കമ്പാർട്ട്മെൻറ്റ് സീറ്റ് 11. അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും. കൂക്കു ഗാഡി ആയക, കൂക്കു ഗാഡി ആയക. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ അണ്ണാച്ചിയുടെ ചായ കുടിക്കും. രക്ഷയുടെ ബോർഡിംഗ് പാസ് എടുത്തവൻ ഒരു ഉറപ്പുണ്ട്, എൻ്റെ കമ്പാർട്ട്മെൻറ്റ് വരാറായി. ഇന്ന് രാത്രി എത്ര പ്രസംഗം 7ാമത് കേട്ടു, നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ? പ്ലാറ്റ്ഫോമാണോ? നീ കൈവിടപ്പെട്ടു പോകും. ഇല്ല, രക്ഷയുടെ ടിക്കറ്റോ നീ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. 1 പാർട്ട് ബാക്കി നാളെ നേരത്തെ വരണം. കോവിഡാനന്തര ലോകം 5G. ഇന്ന് രാത്രി ഒരൊഴിച്ചുമാറ്റൽ ഇവിടെ നടക്കും. കേട്ടോണേ ദൈവമക്കളെ, എന്താ ഒഴിച്ചുമാറ്റൽ? 1945 ഒരൊഴിച്ചുമാറ്റൽ ഇവിടെ നടന്നു. 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അവരെല്ലാം ജർമ്മനിയുടെ ആക്രമണം ഭയന്ന് ബ്രിട്ടൻ ഒഴിച്ചു മാറ്റി. ദ ഫസ്റ്റ് ഇവാക്വേഷൻ. ദ സെക്കൻഡ് വൺ കുവൈറ്റ് യുദ്ധം. ഐക്യ ഗുജറാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി. തീർന്നില്ല. 2014 യമനിലെ നേഴ്സുമാർ കരഞ്ഞു, ഉമ്മൻചാണ്ടി സാർ എല്ലാത്തിനും ഒഴിച്ചു മാറ്റി. 2016 സുഡാനിലെ നേഴ്സുമാർ കരഞ്ഞു, VK സിംഗ് എല്ലാത്തിനും ഒഴിച്ചു മാറ്റി. 18 ഓക്കി ചുഴലിക്കാറ്റ് എത്ര പേരെയാ കോടഞ്ചേരിയിലെ പുല്ലൂരാമ്പാറ സ്കൂളിന്റെ കെട്ടിടത്തിൽ കയറ്റിയത്? വന്ദേ ഭാരത് കേട്ട ദൈവദാസന്മാരെന്ന് കൈ ഉയർത്തിയാട്ടെ. വന്ദേ ഭാരത് കോവിഡ് കാലത്ത് സന്തോഷമില്ലല്ലോ, സ്വത്രം. ആരെയാ കയറ്റിയത്? കോവിഡ് അടിച്ചപ്പോൾ ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ എയർ ഇന്ത്യ പോയി. ഇപ്പോൾ ഓപ്പറേഷൻ ഗംഗ കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. ആരെ കൊണ്ടുവരാൻ? ഉക്രൈനിലെ കരയുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ജയശങ്കറും നമ്മുടെ ആൾക്കാർ എയർ ഇന്ത്യ, ഇൻഡിഗോ, ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിനകത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ ഇന്ത്യയിൽ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരായി യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി.